മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഉത്സവത്തിന്റെ കാര്യമൊക്കെ അവതാളത്തിലാകുമോന്നാ എനിക്കൊരു പേടി. ഈ കടാക്ഷം കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത്തവണയും പുളിയലക്കാവ് ഭഗവതിയുടെ തിളമ്പ് നമ്മൾ തെക്കേക്കരക്കാർക്ക് തന്നെ എന്താ വരേ? എന്താ സംശയം? മാമ്പുള്ളി അർജുന നമ്മുടെ ആന, ഏറ്റവും വലിയ നാട്ടാന. 3 ലക്ഷം രൂപ ഒറ്റ ദിവസത്തെ ഉത്സവത്തിന് ഏക്കം കൊടുത്തല്ലേ അർജുനെ നമ്മൾ തരാക്കിയത്. പണം പോയാലെന്താ, തിടമ്പ് നഷ്ടപ്പെട്ടാ ദേശം മുടിയുമെന്നാ. പുല്ല് തിന്നാണെങ്കിലും തിടമ്പ് വാങ്ങണമെന്നാ പഴമക്കാര് പറയാറ്. പക്ഷെ തിടമ്പുറപ്പിക്കാറായിട്ടില്ല. ആ വടക്കേക്കരക്കാരെ സൂക്ഷിക്കണം, അവര് ചതിയന്മാരാ. അനിരുദ്ധന്റെ പുതിയ കൊമ്പം ബലരാമനെ അവർ ഈ പ്രാവശ്യം എഴുന്നള്ളിക്കണേ. ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് ഇത്തവണയും തിടമ്പ് നമുക്ക് തന്നെ. തർക്കം ഒഴിവാക്കാൻ വേണ്ടി കീഴ്വഴക്ക പ്രകാരം ആനകളെ കൊണ്ടുവന്ന് നടയടയ്ക്കും മുമ്പ് അളന്ന് തിട്ടപ്പെടുത്താനാ ദേവസ്വത്തിന്റെ തീരുമാനം. ആൾക്കാൻ വരുന്ന ആരാന്ന വിചാരം? നമ്മുടെ ആനപ്രേമി കൃഷ്ണപ്രസാദാ. അപ്പൊ അളവിൽ മായം ചേർക്കില്ല. നമ്മള് തെക്കേക്കരക്കാർക്ക് ഇത്തവണയും തിടമ്പ് കിട്ടുന്നു. അതിനിച്ചിരി പുളിക്കും. നമ്മൾ ആരാണാവോ? ഞാനാണ് പുളിക്കത്തറ. അതുകൊണ്ടാണോ പുളിക്കുന്നു പറഞ്ഞത്? അല്ല, പിന്നെ വടക്കേക്കരയിലെ ആന മുതലാളി അനിരുദ്ധന്റെ ആന മാനേജർ PA എന്ന് വെച്ച PA, പിണ്ടം ഓഫ് ആന, ആനപ്പിണ്ടം. നീ ചിരിക്കണേ. ഉസ്തല്ലേ, കൂട്ടം കൂടിയുള്ള ഈ ഗൂഢാലോചന തിടമ്പിന് വേണ്ടിയാണെങ്കിൽ നടക്കില്ല. ഏത് കൊമ്പത്തെ മോമ്പൻ നടന്നാലും ശരി, നാളെ എന്റെ അനിരുദ്ധൻ മുതലാളിയുടെ ആനക്ക് തിടമ്പ് കിട്ടുകയും ചെയ്യും, നിങ്ങൾ ഞൊട്ടുകയും ചെയ്യും. നീ പോടെ പുളിക്കത്തറേ. വേണ്ട, ഭഗവതിയുടെ തിടമ്പ് നാളെ തെക്കേക്കരക്കാരുടെ ആനപ്പുറത്തിരിക്കും. നീ കണ്ടോ? ശരി, കാണാം. നാളെയല്ലേ പൊടി പൂരം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയഗ്രാമി കന്യ കണ്ടുണർന്നുവോ. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. കുങ്കുമപ്പുത്താലം കതിരൂന്റെ പൊന്നുകോലം, കുങ്കുമപ്പുത്താലം കതിരൂന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. കുന്നിലെ തെന്നലിന്ന് വന്നുവോ, നിന്നു ചാമരങ്ങൾ വീശിയോ, മുത്തുമണിമേട്ടിലെ ചിത്രചിറ്റലാംഗികൾ പത്മതാലമേന്തി നിന്നുവോ, കുയിലുകൾ പാടിയോ, കുരുവികൾ കൂടിയോ, കുയിലുകൾ പാടിയോ, കുരുവികൾ കൂടിയോ, തുറവകളിൽ തെളിഞ്ഞു പഞ്ചവാദ്യമേളം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തു, സ്വർണമല്ലിപ്പൂവിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. കുങ്കുമ
താലം കതിരൂന്റെ പൊന്നു കോലം കുങ്കുമപ്പു താലം കതിരൂന്റെ പൊന്നു കോലം കണ്ടു കൊതി പൂണ്ടോ ഗജരാജ മേഘജാലം ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ സ്വർണമല്ലിപ്പൂതിർന്നുവോ പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ ആനകളൊക്കെ എത്തിയില്ല ചടങ്ങോളെ അതെങ്ങനെയാ അളവുകാരനില്ലാതെ എങ്ങനെ തുടങ്ങുക? അയാൾ വരട്ടെ. ഒരളവുകാരൻ മൈസ്വേണ്ടല്ലേ എല്ലാം പറഞ്ഞ സമയത്ത് നടക്കണം. 5 മിനിറ്റ് കൂടി കാക്കും, അല്ലെങ്കിൽ വേറെ ആളെ കണക്കും. ഇവൻ എവിടെ പോയി കിടക്കുക? അവൻ വന്നില്ലെങ്കിൽ സംഗതി പറയും. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനാ വടക്കേക്കാരക്കാർ വന്നിരിക്കണേ. എന്തെങ്കിലും കുറച്ചുകൾ ഇറക്കി തിടമ്പ ഒരു കയ്യിലാക്കും. അന്വേഷണറിയാവല്ലോ, അവൻ ഇടഞ്ഞ കൊമ്പന. നിങ്ങൾ ധൈര്യമായിരിക്കും. അവൻ ഇടഞ്ഞ കൊമ്പനാണെങ്കിൽ ആനപ്രേമി കൃഷ്ണപ്രസാദ് തെളിഞ്ഞ കൊമ്പന. പാല് പോലെ തെളിഞ്ഞ കൊമ്പൻ. ഇവൻ രാമേന്ദ്രൻ ഈ ആനത്തറവാട്ടിലെ പ്രമാണിമാരിൽ ഒരാളാണ്. കണ്ടാ നമ്മുടെ നാടനാനയാണെന്ന് തോന്നുമെങ്കിലും ആള് ആസാമുകാരനാ. ആനശാസ്ത്രത്തിൽ പറയുന്ന ഒട്ടുമുക്കാൽ ലക്ഷണങ്ങളും ഒത്തുചേരുന്ന ഒരുത്തനത്. ഇവനൊരു ഇരട്ടപ്പേരുണ്ട്, വീരപ്പൻ. ആ അത് മൂപ്പർക്ക് കാടിനോട് വലിയ കമ്പ. അതിപ്പോ ചെറിയ പൊന്തക്കാടായാലും മതി, അപ്പൊ അതിലേക്ക് അങ്ങോട്ട് ഓടും. അങ്ങനെ വീണ പേരാ. വലിയ പരിഷ്കാരിയല്ലേ, അങ്ങ് വൈറ്റ് ഹൗസിൽ താമസിക്കേണ്ട ആളാ. പ്രസാദാ, സത്യം പറയാലോ, ഈ ആനക്കോട്ടയിലെ ആനകളെക്കാൾ ഞങ്ങൾ ആകർഷിച്ചതേ ഈ ആനക്കമ്പക്കാരനെയാ. ഒരു സ്നാപ്പ് കൂടി എടുത്തോട്ടെ. രവീന്ദ്ര, നമുക്കൊന്ന് പോസ് ചെയ്തേ. അതെ, കാരണമൊക്കെ മതി. ഇപ്പൊ തന്നെ നടക്കണം. നടക്കാറായി ആനകളെ തൈപ്പ് നടന്നത്. സമയമുണ്ടല്ലോ, ഒരല്പം കൂടി കാത്തു. പറ്റില്ല, ഇപ്പൊ തന്നെ നടക്കണം. അവനിനി വല്ല അവൻ മുങ്ങിയതാ. അനുവൃത്ത മുതലാളി പറഞ്ഞ അവന് ഭയങ്കര പേടില്ല. അവൻ ഞാൻ പറഞ്ഞില്ലേ ഇവൻ വരും. എന്നാ നമുക്കങ്ങനെ തുടങ്ങല്ലേ. വടക്കേക്കര ബലരാമൻ, വലിയിടത്ത് അനിരുദ്ധന്റെ തലയെടുപ്പുള്ള കൊമ്പൻ, തനി ബീഹാറുകാരൻ, ഈ നാട്ടുകാരനായി വരുന്നതേ ഉള്ളൂ. ഇതുവരെ 13 ഉത്സവങ്ങൾ, അതിൽ 10ലും തിടമ്പ്. മാമ്പള്ളി അർജുനൻ, മാമ്പള്ളി രമേശന്റെ ഒരേ ഒരു ദേവന, എഴുന്നള്ളിക്കുന്ന എല്ലാ ഉത്സവങ്ങളിലും തിടമ്പ്. ദേവന്മാരുടെ ഉത്തമ പീഠം. ഇന്ന് വീരവാദം അടിക്കാതെ വേഗം അളക്കാൻ നോക്കണോ? മനസ്സിലായില്ലേ? ഇല്ല. തലയെടുപ്പ് ഇതുപോലെ അറിയാതെ. എടോ പുളിക്കത്തറേ, ഉയർന്നു നിൽക്കുന്ന കുന്നുപോലെയായിരിക്കണം ആനയുടെ തലയെടുപ്പ്. അതിനു മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനാവണം തിടമ്പ്. അതാണ് ശാസ്ത്രം. ആന സ്വയം വേണം തലയുയർത്തി നിൽക്കാൻ, അല്ലാതെ തോട്ടി കൊണ്ട് കുത്തി പൊക്കിയല്ല വേണ്ടത്. അളവെടുപ്പ് തുടങ്ങാറായി. ആരെയും മുടി തരികയോ? മണ്ണിന് മുട്ടത്തെ മതിയാ. അളന്നു കഴിഞ്ഞല്ലോ, ഇനി യോഗ്യത പ്രഖ്യാപിക്കുക. അളന്നു കഴിഞ്ഞപ്പോ മാമ്പള്ളി അർജുനന് 312 സെന്റിമീറ്റർ തല എടുത്തു നിൽക്കുമ്പോ, അടുത്തത് വടക്കേക്കര ബലരാമൻ 307 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ഏറ്റക്കുറച്ചില്. സംശയിക്കണ്ട, ഭഗവതിയുടെ തിടമ്പേറ്റാൻ ഉത്തമമായ മസ്തകം മാമ്പള്ളി അർജുനന്റെ തന്നെ. ആഘോഷിക്കാൻ പറ്റേ, അളവിൽ പിഴവുണ്ട്. ഈ പ്രദേശത്തെ ഉത്സവങ്ങൾക്ക് ആനകളെ അടങ്ങാറുള്ളത് പ്രസാദ് തന്നെയാ. ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല. എന്താ അതെന്നെ അളവിൽ പിഴവ് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ചില സംശയമുണ്ട്. പ്രസാദ്
അതെ, എന്റെ അനിരുദ്ധൻ മുതലാളി അറിയാലോ, തിടമ്പ് നഷ്ടപ്പെട്ട മൂപ്പർക്ക് വലിയ കുറച്ചില്ല, സഹിക്കില്ല. അളവുകാരൻ പറയുന്നത് അവസാനത്തെ വാക്ക്. താൻ ഞങ്ങളുടെ ആനയ്ക്ക് ആ തിടമ്പൊന്ന് മാറ്റി പറഞ്ഞു. കാശ് എത്രയാന്ന് വെച്ചാൽ തരാം. ഇല്ലെങ്കിൽ അറിയാലോ, മൂർഖനാന്റെ മുതലാളി ഞാനാണല്ലേ, അടിച്ചതിന്റെ അണപ്പല്ലിയാ താഴെയിടും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കണം. വീട്ടിലെല്ലാവർക്കും സുഖം? ഓ സുഖം. നമുക്ക് അങ്ങോട്ട് പോകാം. കാപ്പി കുടിക്കുന്നു. അല്ല, എന്ത് പറയുന്നു? അളവ് കൃത്യമായില്ലേ? ആണല്ലോ. എന്നാ നമുക്ക് മാറി ഒന്ന് സംസാരിക്കാം. ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. അപ്പൊ കിട്ടിയല്ലേ തെക്കേക്കര ദേശത്തിന്. രണ്ടു ദിവസത്തേക്ക് തീറ്റ വെള്ളം ഒന്നും കൊടുത്തു പോരുത്, അവിടെ കിടക്കട്ടെ. തലപൊക്ക മത്സരത്തിൽ ദേശക്കാർക്ക് മുമ്പ് എന്നെ മാനം കെടുത്തിയവനാ ഈ പന. ആ ഇയാളുടെ കണക്കെണ്ടാണ്ട് തീർത്ത് പറഞ്ഞു വിട്ടേക്ക്. ഇനി ഇങ്ങനൊരു പാപ്പാനും ഇവിടെ വേണ്ട. മുതലാളി എന്നെ പറഞ്ഞു വിടരുത്, എന്റെ കുടുംബം എഴുന്നള്ളിക്കുന്ന എല്ലാ ഉത്സവങ്ങളിലും എന്റെ അനയ്ക്കാവണം തിടമ്പ്. അതുവഴി എനിക്കും കിട്ടണം ഒരു ഹോട്ട് പൊളിറ്റിക്കൽ പബ്ലിസിറ്റി. അനിരുദ്ധൻ ആനയെ വളർത്തുന്നത് പേരിനും പണത്തിനും വേണ്ടിയാ, അല്ലാതെ സുഖത്തിലേക്കല്ല. എന്താണോ ക്ഷേത്രപ്പറമ്പിൽ നടന്നത്? കാണേണ്ട കാഴ്ചയായിരുന്നു മുതലാളി. ആദ്യം നമ്മുടെ ആന തല ഉയർത്തിയ ഒരു നിൽപ്പ്. അവിടേക്ക് മാമ്പുള്ളി അർജുനനെത്തി. തല ഒരൊറ്റ പൊക്ക് ടീം ദേ കിടക്കണം നമ്മുടെ ആന. അർജുനൻ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണണം മുതലാളി. ഹിമാലയം അല്ലേ? അടിയിപ്പൊ കൊണ്ടുവരേട്ടാ. അവനാ അവൻ, ആ നായിന്റെ മോൻ, ആനക്കമ്പക്കാരൻ. അവന്റെ ആരോടോ ഗൗരി? അങ്ങനെ ചോദിച്ചാ അവൻ കാരണം വഴിയാധാരമാകാൻ പോകുന്നൊരു പെൺകുട്ടി. അവരെ ഒരുമിച്ച് തുടങ്ങി നിർത്താലെയും പൂട്ടിപ്പിച്ചത് നമ്മള് തന്നെയല്ലേ? ആനയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് മുതലാളിയെ കോടതി കയറ്റിയെന്നുള്ള തിരിച്ചടിയായി എന്തേ ഇപ്പോഴും കൊണ്ട്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ആനസംഘ ഉടമ മെമ്പർ, സൊസൈറ്റി ബാങ്ക് പ്രസിഡന്റ്, അങ്ങനെ അങ്ങനെ നീളുന്ന രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ഉള്ളത് അതിന് തന്നെയാണോ? ഇടഞ്ഞു നിൽക്കുന്നവരെ കൂച്ചു വിലങ്ങിട്ട് തളയ്ക്കാൻ. തന്നെ നോവിച്ചാൽ എനിക്ക് നോവില്ലടോ. അതുപോലെ പ്രസാദിനും നോവും. അവളെ നോവിച്ചാൽ ഇയാൾ ഇനിയും വാങ്ങിക്കും. എന്താടോ? ഒന്നുമില്ല. ചെറിയമാവ എന്തായി? അളക്കലൊക്കെ കഴിഞ്ഞോ? അളക്കലോ? എന്തളക്കല്? വേണ്ട വേണ്ട, കിടന്ന് ഉരുളൊന്നും വേണ്ട. ഞങ്ങളെല്ലാം അറിഞ്ഞു. ഇവിടെ വന്നിരുന്നവര് കോഴ തരാൻ. കോഴേ? അതൊക്കെ പോട്ടെ, എന്റെ ഏട്ടൻ അറിഞ്ഞോ? വല്യമ്മാവനും അല്ല അറിഞ്ഞു. മറക്കാതെ പച്ചക്കറി വാങ്ങിയില്ലേ? ഈ വക്കീലിന്റെ ചന്തയിപ്പോക്ക് ഒഴിവാക്കി. ഇതെന്താ മുരിങ്ങിക്ക? അല്ല, കലണ്ടറാ. കലണ്ടറാ? ഇതെന്താ ചേന? അല്ല, ഒരാനയാ. നമുക്ക് അവിടെ വെക്കാം. സരസു, അത്താഴത്തിന് ഈ ആന നുറുക്കി നമുക്ക് തോരൻ വെക്കാം. ഇതെവിടുന്ന? നിന്റെ അനിയന്റെ സമ്മാനം. ഉണ്ണിയമ്മോ, പേടിച്ചു പോയി. എന്റെ ഉണ്ണിയമ്മയ്ക്ക് ഞാൻ എന്താ കൊടുന്നിരിക്കുന്നത് നോക്കിയേ. സാക്ഷാൽ ഗുരുവായൂർ കേശവൻ. ഇതിന് പകരം ഒരു ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വാങ്ങിച്ചുകൂടായിരുന്നു നിനക്ക്? അമ്മ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല കേശവൻ. അമ്മ കേട്ടിട്ടില്ലേ, ദിവ്യത്വമുള്ള ആനയാ. കേശവന്റെ കഥകൾ കേൾക്കണം. ഒരു ദിവസം എഴുന്നള്ളിപ്പ് കേൾക്കണ്ട നിന്റെ ഈ ആന കഥകള്. നീ ഈ ആനകളുടെ പുറകെ നടന്ന് ഞങ്ങളെ തീ തീറ്റിക്കുന്നതിന് പകരം നിന്റെ ഏട്ടനെ ഒന്ന് സഹായിച്ചുകൂടെ കൃഷിപ്പണിക്ക്? നല്ല കഥയെ. ഇപ്പോഴത്തെ ജോലി എന്താ അത്രയ്ക്ക് മോശ? ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരമ്പട്ട സബ് കോൺട്രാക്ടറാണ് ഞാൻ. ഗുരുവായൂരപ്പന്റെ ആനകൾക്ക് അന്ന എത്തിച്ചു കൊടുക്കാന്ന് വെച്ചാലേ അതിലും വലിയ പുണ്യം വേറെ എന്താ ഉള്ളത്? അമ്മ നോക്കിക്കോ, ഈ മുറ്റത്തൊരു ആനപ്പന്തി, അതിൽ നിറയെ കൊമ്പന്മാര്. അതിലേറ്റവും കേമന്റെ പുറത്ത് എന്റെ അമ്മയിരുത്തി ഈ നാട് മുഴുവൻ കറക്കി ഗുരുവായൂർ കൊണ്ട് തോന്നിക്കുന്നു. അമ്മ നോക്കിക്കോ. പോയ എനിക്ക് 100 കൂട്ടം ജോലി ഉള്ളതാ. ഇന്ന് പുതിയൊരു ആനക്കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അമ്മ പിടിച്ചേ. പുതിയൊരു ആനക്കഥ പറഞ്ഞുതരാം. ഒരിടത്തൊരിടത്തൊരു ആനയുണ്ടായിരുന്നു. അവനാണ് തിരുനക്കര കൊച്ചുകൊമ്പൻ. എന്താ ആനന്നറിയാം? ഒരു 10-10.25 അടി. നല്ല കരിവീട്ടിയുടെ നിറം, നല്ല കൊമ്പും ചെവിയും തലയും. ഉത്സവലഹരിയിൽ ആറാടി അങ്ങനെ തല പൊക്കി പിടിച്ച് ആളുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കുണുങ്ങി 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 ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ആ ഉത്സവപ്പറമ്പിലേക്ക് അച്ഛന്റെ കയ്യും പിടിച്ച് ഒരു 7 വയസ്സുകാരൻ പയ്യൻ ഇങ്ങനെ ആനയെ കാണാൻ വരികയായിരുന്നു. പെട്ടെന്ന് അത് സംഭവിച്ചു. ആന ഇടഞ്ഞു, ആളുകൾ ചെതറി ഓടി. അച്ഛന്റെ പിടിവിട്ട് കൂട്ടം തെറ്റി ആ പയ്യൻ എത്തിപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? മതം പിടിച്ചു നിൽക്കുന്ന ആനയുടെ തൊട്ടു മുമ്പിലേക്ക്. ആന ഇവിടെ, പയ്യൻ ഇവിടെ. ആന അടുത്തടുത്തേക്ക് വന്നു, തൊട്ടടുത്തെത്തി. അവൻ പേടിച്ചു വിറച്ചു, കാലങ്ങട് പൊക്കി
പക്ഷെ ചവിട്ടിയില്ല. എന്നിട്ട് ആ പയ്യൻ രക്ഷപ്പെട്ടു. അന്ന് ആ കൊച്ചുകൊമ്പന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ 7 വയസ്സുകാരൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് പ്രസാദ മാമൻ. അതെങ്ങനെ മനസ്സിലായി? ഇതിന് 1000 തവണ പറഞ്ഞല്ലേ? ആണോ? എങ്കിൽ വേറൊരു കഥ പറയാം. തെങ്ങട ഗോപാലൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീയോ വഷളായി. വേണ്ടാത്ത കഥകൾ ഓതിക്കൊടുത്ത് ഈ പിള്ളേരെ കൂടെ വഴിതെറ്റിക്കരുത്. അളിയ, ഇതൊക്കെ വെറും ആനക്കഥകളല്ലേ? മതിയിലോ. ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം എന്ന് ടീച്ചർ ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞെന്താണെന്ന് അറിയോ? ആനപ്പാപ്പാനാവണം. നല്ല കാര്യല്ലേ? വളരെ നല്ല കാര്യമല്ലേ? നാട്ടുകാരനെ പാപ്പാന്റെ അപ്പ എന്ന് വിളിക്കുന്നത്. എഴുന്നേറ്റ് പോ, എഴുന്നേറ്റ് പോയി പഠിക്കാം. ഇവനിങ്ങനെ തുടങ്ങിയ കേമാവും. മോളൊരുത്തി കെട്ടുപ്രായമായേ. നമ്മുടെ ഭാഗം ഒന്ന് ചോദിക്കാന്ന് പറഞ്ഞ ഏട്ടൻ വിഷമിക്കുമെന്ന് പറഞ്ഞ അതിനും വയ്യ. എങ്ങനെയാ ചോദിക്കുക? അങ്ങനെ വളർത്തിയതാ ഏട്ടൻ ഞങ്ങളെ. അച്ഛൻ മരിച്ചപ്പോ മുതല് കുടുംബഭാരം ചുമക്കാൻ തുടങ്ങിയതാ. ഞങ്ങളെ ഒന്നും ഇതുവരെ ഒരല്ലലും അറിയിച്ചിട്ടില്ല. സ്വന്തമായി ഒരു ജീവിതം പോലും വേണ്ടാന്ന് വെച്ചു ഞങ്ങൾക്ക് വേണ്ടി. അങ്ങനെയുള്ള ഏട്ടനോട് എങ്ങനെയാ ഭാഗം ചോദിക്കുക? ചോദിക്കണ്ട, ഒക്കെ കെട്ടിപ്പിടിച്ചിരുന്നോട്ടെ. തമ്മിളിയും പറഞ്ഞ പോലെ വല്ല ആനപ്പാപ്പന്റെ സംബന്ധം കൊണ്ടുവരും നിന്റെ അനിയൻ നമ്മുടെ മോക്ക്. പ്രസാദേ, നീ ആനയെ അളക്കാൻ ചെന്നുണ്ടാക്കിയ കോലാഹലമൊക്കെ ഞാൻ അറിഞ്ഞു. നീ എന്തിനുള്ള പുറപ്പാടാ? എടാ, അമിതായാൽ എന്തും ദോഷ. ആനക്കമ്പ ആയിക്കോ, പക്ഷെ അതിന്റെ പേരിൽ ശത്രുക്കളെ ഉണ്ടാക്കരുത്. ദേശക്കാരൊക്കെ ഇപ്പൊ കൂടെ കാണും, പക്ഷെ കാര്യത്തോടെ അടുക്കുമ്പോ അവര് കൈവിടും. നീ ചിലപ്പോ നല്ല ഉദ്ദേശത്തോടെ ആവും എല്ലാം ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ളവരങ്ങനെ കാണണമെന്നില്ല. ഓരോ ദിവസവും നിനക്ക് ഓരോരോ പ്രശ്നങ്ങളാ. ദേ, അനിരുദ്ധനായിട്ട് വെറുതെ കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട. അവന് രാഷ്ട്രീയത്തിലൊക്കെ വലിയ പിടിപാടാ. വിടറാ. ഇത് മതി, ബാക്കി മുകളിൽ ചെന്നടിക്കാം. അല്ലെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് ഏതെങ്കിലും പിശാചികൾ വരും. ഇങ്ങോട്ട് വാ. ഹലോ ചേട്ടാ. ഒരു വഴിക്ക് പോകുമ്പോ ഏത് പിശാച പുറകിന്ന് വിളിക്കണേ? ഈ പേരാമംഗലത്ത് ലക്ഷ്മിയുടെ മകള് ഗൗരിയുടെ വീടേതാ? കോടതിന്നാവും, ജപ്തിയായിട്ട് അല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? അല്ലാതെ അവരെ തേടി ആര് വരാനാണ്? വാ കാണിച്ചു തരാം. യാദവ കൂല കോസലേ രാമനെ യാദവ കൂല. ഇതാണ് ഗൗരി കുഞ്ഞ്. കാര്യങ്ങൾ പറഞ്ഞോളൂ. എന്താ അത്? എങ്ങനെ പറയാ, ഞങ്ങൾ ആമിമാരുടെ ഏറ്റവും വലിയ ഗതികേടായിരുന്നു. അശുഭകരമായ വാർത്തകളെ പറയാൻ പറ്റും. ഈ വേഷത്തോട് തന്നെ ആളുകൾക്ക് ഭയവും വെറുപ്പുമാണ് എന്ന് കരുതി പറയാതിരിക്കാൻ പറ്റുമോ? എന്താ കാര്യം? പറയാം. കുട്ടി വിഷമിക്കരുത്, അവിവേകം ഒന്നും കാണിക്കരുത്. ജീവിതത്തിൽ പല വിഷമങ്ങളും ഉണ്ടാവും. എല്ലാം നേരിടാനുള്ള കരുത്തുണ്ടാവണം. നിങ്ങൾ കാര്യം പറ. അത് ഈ വീട് ജപ്തി ചെയ്യാനുള്ള നോട്ടീസാ. ഇതായിരുന്നോ? ഞാനാകെ പേടിച്ചു പോയി. കൊറേ നാളെ വരും വരുന്നു പറഞ്ഞ് കാത്തിരിക്കണു. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. തന്നോളൂ തന്നോളൂ, ഒപ്പിടാം. അതെ, നിങ്ങളുടെ ആനക്കമ്പക്കാരൻ മുതലാളിയോട് ഞാനൊന്ന് കാണണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ശരി അമ്മേ, ജപ്തി നോട്ടീസ് വന്നോട്ടോ. അയ്യേ, എന്തയ്യെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാലേ ആ കുട്ടി ഞെട്ടില്ലെന്ന്. ഇക്കാര്യത്തിൽ ജപ്തി എന്നൊരു പ്രശ്നമല്ല. ദേ നോക്കിയേ, എന്റെ ഈ തളപ്പ് വരെ ജപ്തിയില്ല. ലോലപ്പന്റെ ചാപ്പിലേ. അയ്യേ, ഇതെന്ത് വിശേഷാണ്? അയ്യേ, എങ്ങനെ കഴിയണു എന്റെ മോൾക്ക് ഇതൊക്കെ കണ്ട് സഹിച്ചു നിൽക്കാൻ? പിന്നെ എന്ത് ചെയ്യണം? ഉറക്ക കരയണോ? ആരാണ് കേൾക്കാൻ? എന്നും നമ്മൾ ഒറ്റയായിരുന്നില്ലേ? എന്തും കരുത്തോടെ നേരിടണമെന്ന് എന്നെ പഠിപ്പിച്ച അമ്മ തന്നെ ഇങ്ങനെയായ കഷ്ടമാണ് കേട്ടോ. സഹിക്കണില്ല മോളെ. ഈ പുരയിടം കൂടി നഷ്ടപ്പെട്ട എങ്ങടാ പോവാ നമ്മള്? അതോർത്ത് അമ്മ വിഷമിക്കണ്ട. നോട്ടീസ് വന്നിട്ടല്ലേ ഉള്ളൂ. ജപ്തി നടത്തിപ്പ് വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. സഹായിച്ച് അവസാനം നമുക്ക് ജപ്തി സമ്മാനിച്ച ഒരാളില്ലേ, ആനക്കമ്പക്കാരൻ കൃഷ്ണപ്രസാദ്. അങ്ങേരെ ഞാനൊന്ന് കാണട്ടെ. മോനെ പ്രസാദേ, പ്രസാദേ.
ഉത്സവം കഴിഞ്ഞ പിന്നെ നിന്നെ കാണാൻ കിട്ടണില്ലല്ലോ. വാടോ, എന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാ. പിന്നെ അവന്റെ അമ്മട്ട ഇപ്പോ സ്വല്പം തിരക്കുണ്ട്. ആനക്കോട്ടയിലെ കൂടെ ലോഡ് എത്തിയിട്ടില്ലേ പനമ്പട്ട? അതൊന്നും പറഞ്ഞാ പറ്റില്ല. നീ വന്നേ തീരൂ. വാടാ, വന്നേ. മോനെ പ്രസാദേ, ഇവൻ ഇത് എവിടെ പോയി? വെറുതെ അല്ല ഇവൻ മുങ്ങിയത്. ജപ്തി അല്ലേ, ജപ്തി. എന്താ രാമേട്ടാ, എന്തെങ്കിലും പറഞ്ഞോ? അമൂലിന്റെ ഒരു പാൽപ്പൊടി വാങ്ങാൻ പറഞ്ഞു ഭാര്യ, പിന്നൊരു ഉജാലയും. പോട്ടേട്ടാ. മുങ്ങിക്കോ മുങ്ങിക്കോ, അങ്ങേരെ ഞാൻ പൊക്കിക്കോളാം. പിന്നെ പൊക്കിയെടുക്കാൻ ഇവളാര്? പാതാളക്കരണ്ടിന്റെ മോളോ? ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ? എന്റെ കിട്ടും. എനിക്കറിയായിരുന്നു നീ അവിടെ മുങ്ങി ഇവിടെ പൊങ്ങുന്നു. മോനെ, അവള് ബാധ പോലെ കൂടിയിരിക്കാണല്ലോ നിന്റെ പുറകെ. എന്ത് ചെയ്യാനാ രാമേട്ട? എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവളെ സഹായിക്കാൻ പോയത്. അത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ കരുതി. കുരിശൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒരു ചായ കൊണ്ടുവാ. അതൊക്കെ പോട്ടെ, നിന്റെ അളക്കല്ല കലക്കിട്ടോ. അതില് മായം ചേർത്തില്ലല്ലോ, സന്തോഷായി. തെക്കേക്കരക്കാർക്ക് തിടമ്പ് കിട്ടിയതിന്റെ മുഴുവൻ കഴിക്കും പ്രസാദന. അതിന് ഒരു പ്രസാദേ, ഇവര് തൈക്കാട്ട് ശരിനാ കഥകളി ബുക്ക് ചെയ്യാൻ. കലാമണ്ഡലത്തിലും കോട്ടക്കലും പട്ടിക്കാൻതൊടിയിലും ഉണ്ട്. കോട്ടക്കലാവുമ്പോ ശിവരാമനാശാൻ ഉണ്ടാവുമല്ലോ, അവിടുന്ന് ആയാലോന്നാ. ആവാം, നന്നാവും. അല്ലെങ്കിൽ പിന്നെ കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ ആയാലോന്നാ ശങ്ക. ഒന്നുമില്ലെങ്കിൽ പേരും പെരുമയുണ്ടല്ലോ. ശങ്ക വേണ്ട, കേമാവും. എന്നാ കലാമണ്ഡലം. അത് തന്നെ. അപ്പൊ കലാമണ്ഡലം വരിക, ചെറുതുരുത്തിക്ക് വെച്ച് പിടിക്കാം. ഇന്നലെ എന്തായിരുന്നു മഴ അല്ലേ? മഴയുടെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ കളത്തിങ്കൽ കല്യാണിയുടെ മോളില്ലേ, വിലാസനയല്ലേ? ആ ചുരുണ്ട മുടിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കണ കുട്ടിയില്ലേ, അവൾ ഇന്നലെ സന്ധ്യക്ക് പെരുമഴയത്ത് നനഞ്ഞ് കുളിച്ച് എന്റെ നേരെ ഇങ്ങോട്ട് വരിക. ചുരുണ്ട മുടിക്കൂടെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുക. അവളുടെ ആ നനഞ്ഞ കണ്ണും നനഞ്ഞ ശരീരവും വിറയ്ക്കുന്ന ചുണ്ടുകളൊക്കെ കണ്ടപ്പോ എന്റെ മനസ്സറിയാതെ മന്ത്രിച്ചു. ആ കുട്ടിക്ക് നാളെ ജലദോഷം വരുമല്ലോ ഈശ്വര. പിന്നെ എന്താ വിചാരിച്ചേ? ആനത്താവളത്തിൽ പനമ്പട്ട എത്തിക്കുന്ന കോൺട്രാക്ട് പണി വളരെ ബുദ്ധിമുട്ടായി ഞാൻ നടത്തിക്കൊണ്ട് പോണേ. ആനകൾ ഒന്നും രണ്ടല്ല 64 എണ്ണ. അതിന്റെ ഇടയിലാണ് എന്റെ നീ ഒരു ആനസ്നേഹിയായ കാരണം കാര്യങ്ങൾക്കൊരു ചൊടിണ്ടാവും ഞാനും കരുതി. പക്ഷെ എല്ലാം നീ തെറ്റിച്ചു. എന്താ നന്ദേട്ടാ, എന്താ പ്രശ്നം ഉണ്ടായത്? നീ എന്ത് കളിയായി കളിക്കണേ? എല്ലാ ഏരിയയിൽ ലോടെത്തി, നിന്റെ ഏരിയയിൽ മാത്രമില്ല. ഓഹോ, അപ്പൊ അവൻ ഇതുവരെ അത് എത്തിച്ചില്ല അല്ലേ ആ തങ്കപ്പൻ? ഇപ്പൊ ശരിയാക്കി തരാം. നീ ഇങ്ങനെ ആനയുടെ പുറകെ നടന്ന് ഉഴപ്പാൻ തുടങ്ങിയ വലിയ കഷ്ടമാണ്. ഇതാണ് ഈ മൊബൈലുകാരുടെ പിച്ചക്കണക്ക് പറച്ചിൽ കേൾക്കുമ്പോ തല്ലി പൊട്ടിച്ചാലോന്ന് തോന്നും. നമ്മളൊരു സ്ഥലത്ത് നിന്ന് വിളിക്കാൻ നോക്കുമ്പോ റേഞ്ചും ഉണ്ടാവില്ല, എന്നാ ബില്ലടക്കാൻ ചെന്നാലോ പോക്കറ്റിൽ ചേഞ്ചും ഉണ്ടാവില്ല. നോക്കിയ നോക്കിട്ട് ഇപ്പൊ തരാം. എടാ തങ്കപ്പ, നീ ഇത് എവിടെ പോയി കിടക്കുക? പട്ട ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ പനയുടെ മുകളിലാണ്. ആഹാ, നീ അവിടം വരെ എത്തിയോ? എത്തിയതല്ല, എത്തിച്ചാണ് നടേശ മുതലാളിയുടെ പറ്റി. ആഹാ, ജപ്തിയിരിക്കാണ് നടേശ മുതലാളി. അയ്യോ, കഴിഞ്ഞ മാസത്തെ കുടിച്ചു കൊടുക്കാൻ താഴെ ഇറക്കില്ലെന്ന് ഇറങ്ങിയ ഉറപ്പാണ് പട്ടിയടി. അവന്റെ ഒരു കടിയും ചായയും, അവന് ചായയും കടിയും മേടിച്ചു. പ്രസാദേ, ഇത് ലാസ്റ്റ് വാണിംഗ്. ഇനി ഇത് വീണ്ടും ആവർത്തിക്കില്ല. ഉറപ്പ്. എന്തൊരു കഷ്ടമാണത്. തങ്കപ്പൻ എങ്ങനെ പട്ട പുറത്തു കിടത്തും? തൊടിയിൽ പട്ടി നിൽക്കുകയല്ലേ. പട്ടിക്കാൻ തൊടിന്ന് വേണമെന്നില്ല, നമുക്ക് കോട്ടക്കൽ തന്നെ ആയാലോ എന്നാ ശങ്ക. വേണ്ട, പട്ടിക്കാൻ തൊടി മതി. അത് തന്നെ. മുതലാളി പട്ടി പട്ടി അതല്ല മുതലാളി, ഈ പട്ടിയൊന്നും അഴിച്ചു പറ്റി, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാവും. അതോർത്ത് വിഷമിക്കണ്ട, പീഡിയങ്ങോട് വിട്ടോ, താഴെ കിടന്ന് ചാവാം. നിന്റെ മുതലാളി പൈസ ഒന്ന് തീർക്കണവരെ ഇറക്കണ പ്രശ്നമില്ല. ഇല്ല, സാധിക്കില്ല. 2-3 മാസം കുടിശ്ശികയായിട്ട് രൂപ 10,000-ഓളം എനിക്ക് കിട്ടാണ്ട്. അത് തീർത്തിട്ട് മതി പട്ടവെട്ടം. ഞാൻ ലോഡ് കയറ്റാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുക. കൂടുതലൊന്നും പറയാല്ല. കയ്യിൽ കാശുണ്ടോ? പട്ട കയ്യില്, അല്ലെങ്കിൽ വെറും കയ്യോടെ, അത്ര തന്നെ. മുതലാളി, കാശൊക്കെ തരാം, പക്ഷെ ഗുരുവായൂരപ്പനോട് കണക്ക് പറയരുത് കേട്ടോ. അതിന് നീ ഗുരുവായൂരപ്പനാ? ഞാൻ ഗുരുവായൂരപ്പനല്ല. ഈ പട്ടയൊക്കെ പോണത് എന്റെ വീടിന്റെ പറമ്പിലേക്കല്ല, പിന്നെ സശാൽ ഗുരുവായൂരപ്പന്റെ ആനകൾക്കാ. അതൊക്കെ ഓരോരുത്തർ കാണിക്കായിട്ട് അങ്ങടാ കൊടുക്കാറ്.
ഗുരുവായൂരപ്പനെ കുറിച്ച് അറിയാലോ. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാ. 2-4 ദിനം കൊണ്ടൊരുത്തിനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ ബാക്കി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ശരിയാ, ഗുരുവായൂരപ്പനോടാ കളി. വിളിച്ചാ വിളിപ്പുറത്താ പെശക. പോയി വെട്ടിക്കോളാം പറഞ്ഞു. പോയി വെട്ടിക്കോ. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി വെട്ടിക്കണോ മുതലാളിക്ക് വെട്ടിക്കോ. വേഗം വേഗം ഒന്ന് വേഗം കേട്ടൻ ഉണ്ണികൃഷ്ണൻ. ചില വ്യവസ്ഥയുണ്ട്. എന്ത് നടേശ മുരളി പറഞ്ഞു പറ്റിച്ച്. പക്ഷെ അതുപോലെ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ടേട്ടോ. എന്താ തിരുമനസേ? പനമോളിലെ വെയിറ്റിംഗ് ചാർജ് അടക്കം ഞങ്ങളുടെ കൂലി തരാതെ പനമേക്കറ പ്രശ്നമില്ല. എന്റെ തങ്കപ്പ ദേ അങ്ങനെ പറയില്ലേ. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കണക്ക് തീർക്കുന്നത് നിങ്ങളുടെയൊക്കെ അല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൂലിയില്ലാതെ പനമേക്കറ പ്രശ്നമില്ല. തങ്കപ്പ എനിക്കറിയാം നിനക്ക് എന്നോട് പിണങ്ങാൻ കഴിയില്ല. ഒക്കെ നിന്റെ ആക്ടിങ് അല്ലേ? ഈ സൈസ് വേലകളൊന്നും തങ്കപ്പനോട് തോടൂലട്ടാ. ഒന്നല്ലേ കൂലി ബാക്കി തന്നെ. അതല്ലേ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. അല്ലാതെ പനമേക്കറ പ്രശ്നം. ശരി, എങ്കിൽ ഞാനൊരു വ്യവസ്ഥ പറയാം. നിങ്ങൾ ആദ്യം പനയുടെ മുകളിൽ കയറി പട്ട വെട്ടും. ഒന്ന് പറയട്ടെ എന്റെ ചങ്ങാതി. ആദ്യം പനയെ കയറി പട്ട വെട്ടും. പിന്നെ ഞാൻ എപ്പോ കൂലിയായിട്ട് അങ്ങോട്ട് വരുന്നു അതുവരെ അവിടെ തന്നെ ഇരുന്നോ. എന്നിട്ട് ഇറങ്ങിയാ മതി. മതി മതി. ഇപ്പൊ അത് തന്നെ. അങ്ങനെ വഴിക്കുവാ. ഈ തങ്കപ്പനെ നടേശം മൂലാളിപ്പോഴും മണ്ഡലം ഇപ്പൊ മനസ്സിലായി. പിന്നെ വാക്ക് മാറരുത്. വ്യവസ്ഥ മാറ്റരുത്. ഇല്ലില്ല. വ്യവസ്ഥയ്ക്ക് നമ്മ പന കയറി പട്ട വെട്ടുന്നു. കൂലി തന്നു തീർക്കാതെ നമ്മൾ പനയെന്നിറങ്ങണ പ്രശ്നമില്ല. അല്ല പിന്നെ തങ്കപ്പനെടുത്ത കളി. ആദ്യം പട്ട വെട്ടുന്നു, കൂലി തരാതെ ഇറങ്ങും വേണ്ട. പാമ്പിനും പറ്റിച്ചല്ലോ. ഇതാര് ഗൗരിയോ? എന്തിനാ ഓടിയേ? നാളെ ഗുരുവായൂർ ആനയോട്ടാ മോളെ. രാവിലെ തൊട്ട് കുട്ടിശങ്കരന്റെ പത്മനാഭന്റെ ഒക്കെ പുറകിൽ ഇത് ഇങ്ങനെ കിടന്ന് ഓടാനുള്ളത്. അപ്പോ നമുക്ക് ഗുരുവായൂർ വെച്ച് കാണാം. നോട്ടീസോ? ഓ ഓ ഓ കുന്നത്തുകാവിലെ ഉത്സവത്തിന്റെ ആവും. കൊല്ലങ്കോട് മണികണ്ഠനല്ലേ എല്ലാ വർഷവും തിടമ്പ്? അല്ല, മണികണ്ഠന് പ്രാവശ്യം നീരില്ല. ഉറപ്പ് പത്മനാഭന് തന്നെ. ആരുടെയാ മേളം? പങ്കജാക്ഷൻ നായർ, മുൻസിഫ് കോടതി, ചാവക്കാട്. മൂപ്പര് മേളവും തുടങ്ങിയോ? അയ്യോ, ഇത് ജപ്തി നോട്ടീസ് ആണല്ലോ. ആരുടെ പേരില? ചാവക്കാട് താലൂക്ക് ചുങ്കത്ത് ദേശത്ത് പേരാമംഗലത്ത് ലക്ഷ്മിയുടെ മകൾ ഗൗരി. ഈ അഡ്രസ് എവിടെയോ കേട്ട് മറന്നതാണല്ലോ. ഹലോ, ഒന്നിങ്ങോട്ട് നോക്കി. ഇപ്പൊ മനസ്സിലായോ എവിടെയോ കേട്ട അഡ്രസ്? ജപ്തി എന്റെ പേരില. പലിശ എങ്കിലും അടച്ച് ലോൺ പുതുക്കിയില്ലെങ്കിൽ ജപ്തി ഉറപ്പ്. പറയ്, ഞാൻ എന്താ ചെയ്യണ്ടേ? പൈസ ഇല്ലാതെ നട്ടം തിരിയാ. നന്ദേട്ടനോട് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്. അത് ശരിയായ ലോൺ നമുക്ക് കുറേശ്ശെ അടയ്ക്കാം. അതുവരേക്ക് ഒറ്റ മതി. ഗൗരി നേരിട്ട് എന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ സ്വന്തം സൊസൈറ്റി ബാങ്കല്ലേ. ഗൗരിക്കൊരു ജോലി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട ഡെപ്പോസിറ്റ് വാങ്ങിയ ഒരു നൃത്ത വിദ്യാലയം ഞാൻ തന്നെ തുടങ്ങി തന്നു. അതിപ്പോ എനിക്കൊരു ജോലിയായി. ഒരവധി കൂടി മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഗൗരി ധൈര്യമായിട്ടിരുന്നു. ഫോട്ടോ വെയിറ്റിംഗ്. നോട്ടീസ് നോട്ടീസ്. അതെ, ഇങ്ങോട്ടുള്ള വരവ്, വെയിറ്റിംഗ് ചാർജ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര, വേണ്ടി വന്ന സഹകരണ ബാങ്ക് വരെ ഒന്ന് പോകണം. എല്ലാം കൂടി അത്രേ 90 ഈ കുട്ടി തരും കേട്ടോ. 90 കൂടുതൽ 5 പൈസ കൊടുത്തേക്കരുതേ. വണ്ടി വിട്ടോ. നമസ്കാരം. ഓ, ഞങ്ങളെ പറ്റിച്ചില്ല. പച്ചപ്പനം പട്ട് ഞാൻ കുടിക്കും നടമ്പട്ട് എൻകരുക്കിപ്പട്ട്. മര്യാദക്ക് ഇറങ്ങി വന്നിട്ട് കാശ് കാണാം. താൻ ഇങ്ങാട് വാ, നമുക്ക് തേങ്ങ നിന്ന് കളിക്കാം. അതിനെന്റെ പട്ടി വരും. ഇളകി ഇറങ്ങി വന്നിട്ട് കാശ് തരാൻ. എപ്പോ കാശിന് വന്നാലും അവരെ ആരുടെ കവക്കട കയറിയിരിക്കും. ഇവിടെ പലിശയെങ്കിലും താടാ. ഇറങ്ങി പാടാ. ഇറങ്ങി വന്നിട്ട് പലിശനാനേ സൂര്യനെ പടിഞ്ഞാറ് നോർത്തില്. എടാ, നീ എന്നെങ്കിലും ആരുടെ ചുരത്തിൽ ഇറങ്ങുമല്ല. അന്ന് ഞാൻ നിന്റെ എടുത്തോളാം. പോയിക്കോട്ടാ. ഇവൻ ആള് പശക. പേപ്പറിലൊക്കെ ഫോട്ടോ വന്നാണ് പലിശക്കാരൻ ചവിട്ടിക്കൊന്നു പറഞ്ഞു. ദൈവമേ, ഈ ആളില്ലായിരുന്നു പലിശ കൊടുത്ത് തെണ്ടിപ്പോയനെ.
പട്ടിക്ക് കാശ് കൊടുത്താൽ മതി. ആനവാരം ചോദിച്ച് മേലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തേ കുഞ്ഞുണ്ണി രാമേന്ദ്രോ ഈ പുളിയറക്കാവില് സാധനം കിട്ടൂലേ? ഞാൻ ഒന്ന് വേഗം ഓർക്കണോട്ടാ. ഈ പട്ട ഇറക്കിയിട്ടാണ് എനിക്ക് പോയി പട്ട അടിക്കാൻ. ഒന്ന് വേഗം ഓട്ടറാ. 2 മാസമായിട്ട് പലിശ ഒന്നും നീ മാത്രമേ ഉള്ളൂ. ശശി നിന്നോടാണ് എന്തായി? അടുത്ത ആഴ്ച പിന്നത്തെ ആഴ്ച പോയിന് അവിടെ എന്തായി? ഇങ്ങോട്ട് ഇറങ്ങി വന്നാ തരാം. ഓ വാ, നീ അതും പറയുന്നത് അതിന്റെ അപ്പുറം പറയുന്നത് എനിക്കറിയാം. എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്ന ഒരുത്തരും ഗതി പിടിക്കൂല, ഒരുത്തരും. എന്താണ് പറയുന്നേട്ടാ, രാവിലെ തന്നെ ഒരു പ്രാഗില് പലിശ ഒന്നും പിരിഞ്ഞു കിട്ടിയില്ലേ? എവിടെന്ന്? എന്റെ അപ്പൻ ചാകുന്നതിന് മുമ്പ് പറയുമായിരുന്നു പോലീസുകാർക്ക് പഞ്ചിയില്ലാത്തവർക്ക് കാശ് കൊടുക്കുന്നു. ഞാനത് കേട്ടില്ല, എനിക്കൊരാളെ കിട്ടുകയും ചെയ്തു. ഇവന്മാരടുത്ത് കാശിന് തന്ന ഇവന്മാരൊന്നെങ്കിൽ ആനയുടെ കവക്കട കയറും, അല്ലെങ്കിൽ ആനപ്പുറത്ത് കയറും. നമുക്ക് അങ്ങനെ കയറാൻ പറ്റും. ദേവന് വേറൊരുത്തൻ എടാ കൊമ്പുവാസു അവന്റെ കൊമ്പൊക്കെ ഒന്ന് ചെത്തി ഒഴിയാറായിട്ടോ. പറഞ്ഞ പോലെ ഞാനതൊക്കെ മറന്നു. മറക്കല്ലേ, കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണ്ടതാ. ഞങ്ങളെന്തിനാ ഓർക്കണേ? എല്ലാം ഓർമ്മിപ്പിക്കാൻ നീയില്ല ഇവിടെ. എന്താടാ ചന്ദ്ര, ഇവന്റെ വാലിലെ മുടി ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നീ വിറ്റ് കാശാക്കണോ? അത് പിന്നെ ഓരോരുത്തർ ചോദിക്കുമ്പോ ഓരോ വിശ്വാസങ്ങളല്ലേ, ധൈര്യം വരാനേ. എടാ ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ. വാലിലെ മുടി എടുത്ത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ധൈര്യം വരുന്നുണ്ടെങ്കിൽ ഈ മൊത്തം വാലുള്ള ആന പിന്നെ പേടിക്കേണ്ട കാര്യം എന്താ? ദേവസ്വംകാരെ അറിഞ്ഞാലേ നിന്റെ തൊപ്പി കൂട്ടോ മോനെ. അയ്യോ ചതിക്കല്ല പ്രസാദ. അതെ, ഈ കരിമ്പ് അവിടെ ഇറക്കണ്ട. കരിപ്പിന്റെ എടാ അത് മാമ്പള്ളി അർജുനുള്ളതല്ലേ. പോ 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 പോ. ഇത് മാത്രാ പിടിക്കാത്ത. ഇന്നാരും പറയാൻ നമ്മുടെ ആനകൾ വേണം. എന്നാ അവറ്റകൾക്ക് വെറും പനമ്പട്ട. മാമ്പുള്ളി അർജുന് മാത്രം എന്നും കരിമ്പും കദളിപ്പും. ഇത് മോശം കേട്ടോ. അതെ, മാമ്പള്ളി അർജുൻ ആരാന്ന് നിങ്ങളുടെ വിചാരം? ഗജ കേസരിയല്ലേ അവൻ. മാതംഗലീലയിൽ പറയുന്ന സർവ്വ ലക്ഷണങ്ങളും തികഞ്ഞ കൊമ്പനാവൻ. ശരി, മലയാള നാട്ടിൽ അവനെ വെല്ലാനായിട്ട് നാടൻ ആരുടെ പേര് നിങ്ങൾ പറയും? പറ 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 പറ. ഇല്ല. നിന്റെ കരിമ്പ് തിന്ന് നിന്ന് ഇവന് പപ്പേട്ടന്റെ പട്ട വേണ്ടാണ്ടായി. അതിന് പപ്പേട്ടന്റെ പട്ട ഇതല്ലല്ലോ. പ്രസാദേ. ഓ ഉയ്യോ രമേശ് മുതലാളി വരണോ? എന്താടാ രമേശേട്ടാ, കാര്യം പുളിയിലെക്കാവിലെ തിടമ്പ് കിട്ടി. പക്ഷെ അത് പോരാ. ഈ പ്രദേശത്തെ എല്ലാ പ്രധാനപ്പെട്ട എഴുന്നള്ളിപ്പുകളുടെയും തിടമ്പ് നമ്മുടെ അർജുന്റെ പുറത്ത് തന്നെയായിരിക്കണം. ഏക്കത്തും ഇതിരി കുറഞ്ഞാലും കുഴപ്പമില്ല. തേങ്ങാക്കൊല അച്ഛന്റെ വാശിയായിരുന്നു. തറവാടിന്റെ പാരമ്പര്യം കേൾക്കാൻ ഒരു ആനയെങ്കിലും വേണമെന്ന്. എനിക്ക് ഈ ഏർപ്പാട് മടുത്തു. ഞാനിവനെ ഒഴിവാക്കാൻ പോവാ. വല്ല പാർട്ടി ഉണ്ടെങ്കിൽ നോക്ക്, നല്ല വില കിട്ടിയാ കൊടുക്കാം. പിന്നല്ലാണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറ. രമേശേട്ടാ, നമ്മുടെ അർജുനെ വിൽക്കാന്ന് വെച്ചാ ഈ സെന്റിമെന്റ്സിലൊന്നും കാര്യമില്ലടോ. ഞാൻ വെറും സെക്രട്ടറി, റബ്ബർ സ്റ്റാമ്പ്. ഇത് സഹകരണ ബാങ്കല്ലേ, ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രസിഡന്റാ. അദ്ദേഹം വിചാരിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ ഒക്കൂ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം പ്രസിഡന്റിനോട്. കുട്ടി ചെന്നോളൂ. ആ ദേ വരണട്ടാ. ആ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ആ പറയൂ ഗൗരി, എന്തു സഹായമാണ് വേണ്ടത്? അത് ഞാൻ പിന്നെ പറയേ. എന്റെ വീടിന്റെ ചെത്തി ഒരവധി കൂടി തരണം എനിക്ക്. ഇത്രേ ഉള്ളൂ? ഗൗരിക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ഇട്ടോ, ജപ്തി ഉണ്ടാവില്ല. ഉണ്ടാ പോരെ. എല്ലാരും കരുതുന്ന പോലെ ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നും അല്ല. പിന്നെ രാഷ്ട്രീയത്തില പ്രവർത്തനം, മത്സരമുള്ള ഫീൽഡാ. എല്ലാവർക്കും നോട്ടം കർഷകരെയാ. അപ്പോ ചില സൂത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും പിടിച്ചു നിൽക്കാൻ. അത്രേ ഉള്ളൂ. പിന്നെ നൃത്താലയം പൊളിച്ചത് അതൊരിക്കലും ഗൗരിയോടുള്ള വിരോധം കൊണ്ടല്ല. അവൻ എന്നെ ഒന്ന് നോവിച്ചു, അറിയാലോ. എനിക്കും തിരിച്ചൊന്ന് നോവിക്കേണ്ടി വന്നു. അത്രേ ഉള്ളൂ. അതിന് ഗൗരിയാണ് ബലിയാടായിരുന്നു പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. കുട്ടിയുടെ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയാണ് അത് തുടങ്ങിയതല്ലേ? അതെ. അതിനും പ്രായച്ചിട്ടും ചെയ്യാൻ ഞാൻ കലാമണ്ഡലത്തിൽ ഒരു ജോലി ഏർപ്പാടാക്കാം, ടീച്ചറായിട്ട്. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു നൃത്ത വിദ്യാലയം തുടങ്ങാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. വേണ്ട, ഞാൻ പോട്ടെ. അതെ, ഗൗരിയുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കാം. പക്ഷെ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. എന്ത് ചെയ്യുമ്പോഴും അതിനൊരു റിട്ടേൺ
പ്രതീക്ഷിക്കും. ഇത്രയും സഹായങ്ങൾ ചെയ്തു തരുന്നതിന് എന്ത് തരും ഗൗരി എനിക്ക് പകരം? എന്ത്? ഒരു പെണ്ണ് വിചാരിച്ച എന്തൊക്കെ തരാൻ പറ്റുമെന്ന് ഗൗരിക്ക് അറിഞ്ഞു. കൃഷ്ണപ്രസാദേ, ഇങ്ങോട്ട് വരിക. ഇതാര് പൊതുവാളോ? എത്ര നേരായി കാത്തിക്കണു. ഇവർ ആറന്കുളം ദേശക്കാരാ. ഓ, അതെ, നമ്മുടെ കണ്ടംപള്ളി ബാലിപ്പോ ഇവിടെ കാണും. ബാലനോ? ബാലനിപ്പോ മുല്ലക്കൽ ഉത്സവം കഴിഞ്ഞ് ഇന്ന് നെല്ലുവായ ഏകാദശി. എന്നത്തേക്കാ? മകരച്ചൊവ്വയ്ക്ക് എഴുന്നള്ളിക്കാനാ. എന്താണ് പൊതുവാളെ വിവരമില്ലാതെ സംസാരിക്കുന്നത്? ചെമ്പൂത്രക്കാര് ബുക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? ഓ, അപ്പൊ നമ്മുടെ തെച്ചിക്കോടി രാമേന്ദ്രനോ? 1 വർഷം മുമ്പാ നെന്മാറക്കാര് കൊണ്ടുപോയി. എന്നാ പിന്നെ പ്ലാത്തോട്ട അയ്യപ്പനോ? പ്ലാത്തോട്ട അയ്യപ്പന് മകരമാസത്തിൽ നീരല്ലടോ. നിങ്ങൾ ഈ പറയുന്ന ലെവല് വെച്ച് നോക്കിയാ ഉള്ളത് പാമ്പാട് രാജന. ഇന്നലെ ഇരിങ്ങാലക്കുട ഉത്സവം കഴിഞ്ഞ് ആറാട്ടുപുഴയ്ക്കുള്ള യാത്രയിലായിരിക്കും. ഇപ്പൊ ചെന്ന കരുവന്നൂർ പാലത്തിൽ ഇട്ട് പിടിക്കാം. എന്നാ പിന്നെ നമുക്ക് പുറപ്പെടാം. നേരെ കരുവന്നൂർ പാലത്തിലെടുത്ത് വെച്ച് നമുക്ക് പിടിക്കാം. അവിടെ ചെന്നാ കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അസലായി. മാഷിത് എന്തറിഞ്ഞിട്ടായി പറയണേ? കേരളത്തിലെ മുഴുവൻ നാട്ടാനകളും ഇപ്പൊ എവിടെ എന്ത് ചെയ്യുന്നു അറിയാവുന്ന കമ്പ്യൂട്ടർ ചിപ്പാ ദായി പോയ പ്രസാദ്. വാ നമുക്ക് പോവാം. എന്തായി? അവധി കിട്ടിയോ? കിട്ടിയത് എന്താണെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ കാരണം എനിക്ക് എന്റെ വീടോ നഷ്ടപ്പെട്ടു. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടത് ഞാൻ. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് നമ്മുടെ ചെട്ടിയാരുടെ അയ്യപ്പനായാലോ എന്നൊരു ശങ്ക. പാമ്പാടി രാജൻ മതി. എന്താ ഉണ്ടായത്? ഇനി ഇതിൽ കൂടുതൽ എന്താ ഉണ്ടാവേണ്ടത്? നീ കാര്യം പറ ഗൗരി. എന്റെ വീടിന്റെ ആധാരം പണയം വെച്ച് തുടങ്ങിയ നൃത്താലയം നിങ്ങളുടെ ആനക്കമ്പംകാരനെ പൂട്ടിപ്പിച്ചു തന്നൊരു മഹാനല്ലേ അനിരുദ്ധൻ. അങ്ങോർക്കേ സ്ത്രീകളോട് പെരുമാറാൻ അറിയില്ല, അത്ര തന്നെ. ചുങ്കം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിയിലേക്ക് ഗവൺമെന്റ് നോമിനിയായി ശ്രീ ഭരതനുണ്ണിയെ തന്നെ നോമിനേറ്റ് ചെയ്തത് നമ്മുടെയൊക്കെ ഭാഗ്യമായി കാണുന്നു. നമ്മുടെയൊക്കെ ചിരകാല സുഹൃത്തായ ഭരതനുണ്ണി കഴിഞ്ഞ കുറേ നാളുകളായി ബാങ്കിനും ദേവസ്വത്തിനും വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നീ ഗൗരിയോട് പറഞ്ഞു. ഒരാണ് വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചിരടാ. അവളുടെ സ്കൂളിൽ നീ പൂട്ടിച്ചപ്പോ ഞാൻ വെറുതെ ഇരുന്നതേ എന്റെ പിടിപ്പ് കേട്ടുകൊണ്ടൊന്നുമില്ല. ആനകളോടൊപ്പോടാ എന്റെ സഹവാസം. എനിക്കുണ്ടാ കുറച്ച് കൊലച്ചോറ്. ചവിട്ടി കീറി ഞാൻ. വീട്ടില്ല ഞാൻ. എന്നെ അപമാനിച്ചതിന് അവനെ കൈപ്പിണീര് കുടിപ്പിക്കും. ഇനി അനിരുദ്ധനായ നോയമ്പ എന്നെ കുത്തിപ്പിടിച്ച് അവന്റെ കൈ. അതിനവന്റെ കൈയും കാലും കാലിരുമ്പിന്റെ കരുത്താ. ഉണ്ടായോ? കാലിരുമ്പെന്ന് പറഞ്ഞാൽ ഈ പഞ്ഞു പോലത്തെ ഒരു ഇത് കൊണ്ട് അവൻ ഒറ്റ ഒരുത്തം കാരണം ഉണ്ടായ നഷ്ടം എന്താണെന്ന് അറിയാമോ അമ്മയ്ക്ക്? ശ്യാമളയ്ക്ക് സൊസൈറ്റി ബാങ്കിൽ ഒരു ജോലി പറഞ്ഞു വെച്ചിരിക്കുവായിരുന്നു അനിരുദ്ധൻ. പുന്നാര അളിയൻ കാരണം അതങ്ങ് പോയി കിട്ടി. നാട്ടുകാരെ കാണാൻ അയാളെ നാണം കെടുത്തിയില്ല അവൻ. എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ? അങ്ങനെ ഒരു കാരണമില്ലാതെ ഒരാളിനെ അവനങ്ങ് തല്ലുവോ ഭരതനുണ്ണിയെ? ഇങ്ങനെ വളം വെച്ചത് കൊണ്ട് അവനിങ്ങനെ വിളഞ്ഞ് വളരുന്നത്. അവനെ കൊണ്ട് കാശ് ഉപയോഗമില്ല. അതും പോരാഞ്ഞ് ഇങ്ങനെ ഉപദ്രവം. ഇങ്ങനൊരു കാഴ്ച ആറാട്ടുപുഴ പൂരത്തിന് മാത്രമേ കാണാൻ പറ്റൂ. തൃപ്രയാർ ദേവരും ആറാട്ടുപുഴ ശാസ്താവും അടുത്ത ഉത്സവത്തിന് കാണാമെന്നും പറഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു രംഗമുണ്ടല്ലോ. അവിടെ കാണുന്നത് ആനകളുടെ വിഷമ. കണ്ണീന്ന് ഇങ്ങനെ കുടുകുടുകുടുന്ന് വെള്ളം. എന്താ ചെറിയമ്മാവനെ വഴക്ക് പറഞ്ഞു. ആരാണ്ടൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കിയെന്നും പറഞ്ഞു. നേരാണോടാ? അല്ല, അത് പിന്നെ അമ്മയിരുന്നേ ഇങ്ങോട്ടിരിക്കാൻ. ഇന്ന് അമ്മയ്ക്ക് ചോറ് ഞാൻ വിളമ്പിത്തരാം. ആറാട്ടുപുഴ പൂരത്തിന് ആനകളുടെ കണ്ണീന്ന് വരുന്ന കണ്ണുനീരൊന്ന് കാണണമായിരുന്നു. എടാ, ആനക്കമ്പൊക്കെ നല്ലതാ, എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ അത് മനുഷ്യർക്ക് ഉപദ്രവമാകരുത്. ഇതൊരു കൂട്ടുകുടുംബമാണ്. എന്തെങ്കിലും ഒന്നുണ്ടായാൽ അതെല്ലാവരെയും ബാധിക്കും. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടാവും. നീ മാത്രമല്ല ഈ വീട്ടിലുള്ളത്. മറ്റുള്ളവരുടെ സ്വസ്ഥത കൂടി നീ കളയരുത്. എടാ, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ നടക്കുവോ? ഞാനിപ്പോ എന്താ വേണ്ടത്? നീ ഇപ്പൊ സത്യം ചെയ്യണം. എന്ത്? മേലാൽ ആനകളുടെ പുറകെ പോവില്ലാന്ന്. ഇനി ഞാൻ ആനകളുടെ പുറകെ പോകാൻ പാടില്ല. ആനകളെ കാണാനും പാടില്ല. എന്റെ ഏട്ടനാണ്. നീ എപ്പോഴും സത്യം ചെയ്യണ പോലെ ആവരുത്. ഇങ്ങോട്ട് കാണിച്ചേ. ഇപ്പൊ സത്യം ചെയ്യുന്നു. ഇനി മുതൽ ആനകളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്റെ ഏട്ടനാണ് സത്യം. സത്യം. എവിടെ കേൾക്കാം?
വണ്ടി നിർത്ത് നിർത്തടോ. മോനെ പ്രസാദേ, നമ്മുടെ മേലേടത്തെ ശങ്കരൻ നായർ കേസിൽ ജയിച്ചു. ആ, അയാൾക്കൊരു ആനയെ ഗുരുവായൂർ നടയിരുത്തണം. ലക്ഷണവും തികഞ്ഞ ഒരു കുട്ടി കൊമ്പൻ. നീ വേണം അതിനെ കണ്ടുപിടിക്കാൻ. ഞാൻ നിർത്തി. ഇന്നലത്തോടുകൂടി എന്റെ ആനക്കമ്പം ഞാൻ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കേ? നീ എന്ത് ഭ്രാന്തായി പറയണേ? ആനയും പൂരില്ലാണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? വേണ്ട രാമേട്ട, ഞാൻ നിർത്തി. എന്നെ വിട്ടേക്ക്. ഞാന് ഏട്ടനോട് സത്യം ചെയ്തു പോയി. ഇനി എന്താ രാമേട്ട ചെയ്യാ? നിക്ക്, വഴിയുണ്ട്. രാമൻ നായർ ഇത് എത്ര കണ്ടിരിക്കുന്നു. ഇവനെ വീഴ്ത്താൻ ഒരു ഒറ്റമൂലിയുണ്ട്, അറിയോ? എന്നാ പിടിച്ചോ. One of the large females cleaned out the muddy water from the hole, while beside her, her daughter was gently harassed by a larger elephant. She let her youngster drink from the hole she was in. Hi, Sophie. I'm Sophie from Holland, 20 years old. Witness FTV Awards. സമയാസമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇതൊക്കെ കുഴപ്പം. ഞാൻ അറിയാതെ ഞെക്കിയപ്പോ ഒന്നും ഞെക്കണ്ട, കുഴപ്പം. ഏതെങ്കിലും വാർത്താ ചാനൽ വെച്ച റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണം. സംസ്കാരമില്ലാത്ത രീതി. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഗുരുവായൂരിൽ ചൊവ്വല്ലൂരിൽ നിയന്ത്രണം വിട്ട ലോറിയിടിച്ച് ആനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് രാത്രി 9 മണിയോടെയാണ് സംഭവം. ആനയുടെ പിൻഭാഗത്താണ് ലോറിയിടിച്ചത്. പൂങ്കുന്നം ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞുള്ള വരവായിരുന്നു. മാമ്പള്ളി അർജുനൻ എന്ന ആനയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സ്വാശ്രയ കോളേജുകളുടെ പ്രവേശനം സംബന്ധിച്ച് കോടതി വിധി മാറ്റിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ബാക്ക് സൈഡാണ് പറ്റി, പിന്നെ ഫ്രണ്ടിലും കുറച്ച് പറ്റിയിട്ടുണ്ട്. നമ്മുടെ അർജുനൻ കിടക്കിട കിടപ്പേണ്ടില്ലേ? എഴുന്നേക്കാൻ കൂടി വയ്യടവന്. നീ വിളിച്ചവൻ എഴുന്നേക്കും. വിളിക്കടാ അർജുന. മക്കളെ എഴുന്നേക്ക് മക്കളെ. അർജുന. അയ്യോ, ഞാനടാ മക്കളെ, ഞാനടാ. അർജുന എണീക്ക്. നിന്റെ പ്രസാദ വിളിക്കണം. എഴുന്നേക്കടാ. ആ ബുക്കി കയറ്റങ്ങോട്ട്. ഇത് ശരിയാവും തോന്നില്ല സാറേ. ആനയ്ക്ക് എഴുന്നേക്കാനൊന്നും പറ്റിയാല. ട്രെയിൻ വെച്ച് പൊക്കിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? അവിടെ കിടക്കട്ടെ. 2-3 ദിവസത്തിനുള്ളിൽ എഴുന്നേക്കും നോക്കാം. താൻ വെക്കോ. സാർ, ആനയെ എഴുന്നേപ്പിച്ചെടുത്ത് നോക്കിട്ട് എന്തായി? നിങ്ങൾ കണ്ടതല്ലേ, ആനയ്ക്ക് സ്വയം എഴുന്നേറ്റ് പറ്റുന്നില്ല. ഇവിടെ നടന്ന ഈ അപകടത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആനയുടെ നില വളരെ ഗുരുതര. ചാവോ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സാർ, ഇപ്പോഴത്തെ നോ. ഹലോ, ഞാൻ ആകെ ടെൻഷനില്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ. ആനയുടെ പിൻഭാഗത്ത് ലോറി ഇടിച്ചിരിക്കുകയാണ്. ആനയുടെ പിൻകാലുകളിൽ ആഴത്തിൽ മുറിവുണ്ട്. രക്തം കട്ട പിടിച്ചിരിക്കുകയാണ്. പിന്നെ ക്രെയിൻ ഉപയോഗിച്ച് ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആനയുടെ നട്ടലിന് പൊട്ടലുണ്ട്. പിന്നെ പിൻകാലുകളിൽ ക്ഷതമുണ്ട്. രക്ഷപ്പെടാനുള്ള സാധ്യത എങ്ങനെ? രക്ഷപ്പെടാൻ 10% സാധ്യതയെ കാണാൻ കഴിയുന്നു. മറ്റെന്തെങ്കിലും ഇല്ല. ഇനി എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ അർജുനൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാ. നീ വീട്ടിൽ പോയിക്കോ. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചല്ലേ? പോവാൻ എനിക്ക് തോന്നണില്ല. ചെല്ലി പോയിട്ട് ഇതിനെ ഇങ്ങനെ ഇട്ടേക്കുന്നതിന് ഉദ്ദേശമുണ്ടാ? അല്ല, ഞാൻ ഇത് ജോസഫ്, ഇവിടുത്തെ അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസറാ. എന്താ സാറിന്റെ അഭിപ്രായം? 100% രക്ഷയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മൂത്രതടസ്സം, വ്രണങ്ങള്, എരണ്ടം കെട്ട്, പിന്നെ സ്ഥിരമായി ഗ്ലൂക്കോസും ആന്റിബയോട്ടിക്കും നൽകണം. അതും എത്ര നാൾ കൊടുക്കാനാ? എങ്കിലും ഹോപ്പില്ല. പിന്നെ വല്ല അത്ഭുതം സംഭവിക്കണം. നീ വന്നേ. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു വഴി പറയാം. തനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം ഏതായാലും വാഹന ഉടമയിൽ നിന്ന് കിട്ടും. ആന ചട്ടാലും ജീവിച്ചാലും. പിന്നെ വീണ്ടും ഇതിനെ ചുമന്ന് വെറുതെ കാശ് കളയണം. ഇരു ചെവി അറിയാതെ നമുക്ക് ഇവനെ തീർത്ത് കളയാം. അയ്യോ, അത് പുലിവാല. നാട്ടുകാരും ആനപ്രേമികളും വളരെ സ്ട്രോങ് ആയിപ്പോ. ഒരു കുഞ്ഞും അറിയാൻ പോകുന്നില്ലെന്ന്. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. നാളെ മുതൽ ആന്റിബയോട്ടിക്കിനൊപ്പം നമ്മൾ സ്ലോ പോയിസൺ കുത്തിവെക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ സംഗതി ക്ലീൻ. പിന്നെ പോസ്റ്റ്മോർട്ടം അതും എനിക്ക് വിട്ടേക്ക്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ നാളെ കാണുന്നു.
വരാൻ. എടോ മെന്നെ, അർജുനൻ കഥയായി കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ കൊമ്പൻ എന്റെ ബലരാമനാടോ. അർജുൻ ഉയർത്തിണീക്കരുത്. അതിനാടോ ഞാൻ ഈ വളഞ്ഞ ബുദ്ധി പ്രയോഗിച്ചത്. അങ്ങനെ വരട്ടെ. അപ്പൊ അർജുനനെ വണ്ടി ഇടിച്ച് വീഴ്ത്തിയത് മുതലാളിയാണല്ലേ? നിന്റെ കുന്നളയും. അപ്പൊ രാമായണത്തിലെ അർജുനന്റെ ചേട്ടനല്ലേ ബലരാമൻ? ആരെങ്കിലും വട്ടെ. ഈശ്വര, എന്റെ അർജുനെ കാത്തോളണേ. പ്രസാദേ, പ്രസാദേ, നമ്മുടെ അർജുനെ അവര്. അർജുനെ കാര്യം എന്താന്ന് വെച്ചാ പറയേ. പിന്നെ ഞാനെന്ത് ചെയ്യണം പറ? ഊർദ്ധശ്വാസം വലിച്ചു കിടക്കണ ആനയെ ഞാൻ തലയിലേറ്റ് നടക്കണോ? എനിക്ക് വിഷമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ സാഹചര്യം, അല്ലെങ്കിൽ അതിന്റെ വിധി. ഇതിൽ വലിയ ക്രൂരതയൊന്നും ഞാൻ കാണുന്നില്ല. ചാഞ്ഞ മരം വെട്ടണോ, അത്രയേ ഉള്ളൂ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അർജുനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. നീ ചുമ്മാ ഉടക്കാൻ നിൽക്കരുത്, പറഞ്ഞേക്കാം ഞാൻ. എത്ര നാളെന്ന് വെച്ചാ ഈ സാധനത്തെ ഞാൻ ശുശ്രൂഷിക്കുക? പഴയ പോലെ ആവുന്നു നല്ല ഉറപ്പുണ്ടോ? ഒരു ഗാംബ്ലിംഗ് റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. വെറുതെ കുറെ പണം കളയാന്നല്ലാതെ. എടാ, നീ ബിസിനസ് മൈൻഡിലൂടെ ചിന്തിക്കേ. ബിസിനസ് മൈൻഡ്. രമേശ് ചേട്ടാ, വെറും ബിസിനസ് മാത്രമാണോ ആന വളർത്തൽ എന്നൊക്കെ പറയുന്നത്? അതിനകത്തൊരു മൂല്യൊക്കെ ഇല്ലേ? മൂല്യം നിന്റെ മാങ്ങാത്തൊലി. എന്നാ നീ ഏറ്റെടുത്തോട് ആന അങ്ങോട്ട്. ചങ്കൂച്ചുണ്ടോ നിനക്ക്? തമാശ പറയല്ല. നീ എനിക്ക് 10 പൈസ തരണ്ട. എനിക്ക് നഷ്ടപ്പെട്ട പണമൊക്കെ ഇൻഷുറൻസ് നിന്ന് കിട്ടും. പക്ഷെ ആനയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നീ ഏറ്റെടുത്തോളണം. ആന തിരിച്ചു വന്നാ നീ തന്നെ അതിന്റെ ഉടമസ്ഥൻ. ഞാൻ തരുന്ന വാക്കാ മാമ്പള്ളി രമേശന്റെ വാക്ക്. എന്താ, സമ്മതാണോ നിനക്ക്? എന്താണ് നീ മിണ്ടാത്തെ? എന്നിട്ട് നാക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയോ? മൂല്യത്തെ പറ്റി സംസാരിച്ചല്ലോ നീ. നിന്റെ ആന സ്നേഹം ആവിയായി പോയോ മേലോട്ട്? വെറുതെ വായിട്ടടിച്ചാ മതിയല്ലോ. എല്ലാം കൂടി എന്റെ പിടിലേക്ക് വെക്കുക. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ നല്ല ചന്താണല്ലോ. കഴിവില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നോളണം. ആനയുടെ ഉടമസ്ഥൻ ഞാനാ. കൊല്ലണം വളർത്തണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നീ നിന്റെ പാട്ടിന് പോടാ. ആ അതെ, നീ വേണേ ഒരാഴ്ച കഴിഞ്ഞ് വന്നോ. ഒരു റീത്ത് വെക്കുക അർജുന്റെ ദേഹത്ത്. അല്ല രമേശേട്ടാ, രമേശേട്ടൻ പറഞ്ഞത് വാക്കാണെങ്കിൽ ഞാൻ തയ്യാറാ. അർജുനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. അവനെനിക്ക് തന്നേക്ക്. ആന പൊക്കി ലോറിയെ കയറണം. അതെ, അത് പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇറക്കി തരികയും വേണം. അതെ. കയ്യിലാണ് 5 കാശും ഇല്ല. അതെ, കാശ് ജോസിനൊരു പ്രശ്നമേ അല്ല. പക്ഷെ കള്ള് അത് നിർബന്ധം. അതാണ് മലയാളിയുടെ കൂട്ടായ്മ. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി മറിയെ എന്നാണല്ലോ കവി പാടിയിരിക്കുന്നത്. അത് തന്നെ. പറമ്പിൽ എന്തോ ഒരു ശബ്ദം പോലെ. വെറുതെ ഇരിക്കും. എന്താ വല്ല ലോറി വന്നിട്ട്? ലോറിയല്ല, അത് ടിവിയിൽ ബസ് വന്നതാ. അയ്യോ, ഹിന്ദുവിന്റെ ആദ്യത്തെ ഭർത്താവ് വന്നു. ഇനി ഇപ്പൊ അവർക്ക് പഴയ കഥകളെല്ലാം പറയേണ്ടി വരും. അതവള് പറഞ്ഞാലല്ലേ പറയും. അമ്മേ, എല്ലാരും ഉണ്ടല്ലോ. അളിയന്മാരെ, ഞാൻ നിങ്ങളൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവാ. സത്യം പറഞ്ഞാൽ അത് കേട്ടാ നിങ്ങളൊക്കെ ഞെട്ടും. ഞാനൊരു ആനയെ വാങ്ങി. ആനയല്ല, ആന. ആനയല്ല, ആന മൈക്കാവും. അതിന്റെ കുഴപ്പമായി കാണുന്നേ. അമ്മേ, സത്യമാണമ്മേ ഞാൻ ഈ പറയുന്നത്. അവനെ പറമ്പിലുണ്ട്. അവൻ പറമ്പ് നിറഞ്ഞങ്ങനെ കിടക്കല്ലേ. വാ മക്കളെ, ഉറക്കൂല്ല. അമ്മേ, അമ്മേ, എന്നെ ആരും വിശ്വസിക്കുന്നില്ല. അമ്മയുടെ മോൻ കള്ളം പറയൂ. അമ്മ വാ, കാണിച്ചു തരാം. വാ വാ. അളിയോ, ഇനി വന്നേ. ഇതിലെന്തോ ഒരു കൊനസ്റ്റുള്ള പോലെ തോന്നുന്നു. വാ, ആദ്യം ഇവിടെ എന്തെങ്കിലും തീരുമാനമാവട്ടെ. ദാ നോക്ക്, അമ്മയുടെ ഈ മോൻ മേടിച്ച ഗജകേസരി അർജുനൻ. ഈശ്വര, പറഞ്ഞപോലെ നേരാണല്ലോ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഇതെങ്ങനെ സാധിച്ചു മോനെ? എന്റെ എവിടുന്ന അതിന് മാത്രം പൈസ? അതൊക്കെ മേടിച്ചമ്മേ. അമ്മ ആദ്യം ആനയെ നോക്ക്. അയ്യോ, ഇതെന്താ ഇതിന്റെ ദേഹത്തൊക്കെ ഈ മുറിവ്? അത് അമ്മയെ, അമ്മ ക്ഷമിക്കണം. അപകടത്തിൽപ്പെട്ട ഇവനെ എല്ലാരും ചേർന്ന് കൊല്ലാൻ നോക്കിയപ്പോ കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാനിവനെ കൂടെ ഏറ്റെടുക്കമ്മേ. നീ എന്താ എന്റെ പൊന്നുമോനെ ഈ പറയണേ? ഇതൊക്കെ ശരിയാവോ? പേടിക്കണ്ടമ്മേ, ഒക്കെ ശരിയാവും. ഞാൻ ഈ ആനയുടെ പാപ്പാനാ.
വലിയൊരു കാര്യം അമ്മയുടെ മോൻ ചെയ്തത്. ഈശ്വരൻ കൈവരിയില്ല, ഉറപ്പാ. എന്നാലും ഏയ് ഒരെന്നാലും ഇല്ല. അമ്മ എന്നോടൊപ്പം നിന്നാ മതി. ഈ വീട്ടുമുറ്റത്തിന് ആനപ്പന്തി അതെന്റെ സ്വപ്നമാ. ദേ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അമ്മ വന്നേ. എന്താ ഏട്ടാ? നീ ഇതെന്ത് ഭാവിച്ചാടാ? നിന്നെ കൊണ്ട് ഇതിനൊക്കെ കഴിയോ? ഒരു ആനയെ സംരക്ഷിക്കാന്ന് വെച്ചാ ചില്ലറ കാര്യ. അതും ഇങ്ങനെ ചാകാറായ ഒന്നിനെ. എടാ, ആന സ്നേഹം ഉണ്ടെന്ന് വെച്ച് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുവോ? നീ എന്താ കണ്ടേക്കണേ? എനിക്കറിയില്ല ഏട്ടാ. അപ്പൊ ഞാൻ ഒന്നും ഓർത്തില്ല. എന്റെ മുമ്പിൽ അർജുനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ മറുത്തൊന്നും പറയരുത്. അവസാനം വയ്യാവേലി ആവരുത്. എനിക്ക് അത്ര പറയാനുള്ളൂ. ഫ്രോഡാ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആനയെ കാണിച്ച് നമ്മളെ വെട്ടികളാക്കും. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, നേരം വെളുക്കുമ്പോ ഇവന്റെ കള്ളി വെളിച്ചത്താവുന്ന. കിഴക്ക് വെള്ള കീറി അവന്റെ ചീട്ടും കീറി മണ്ണപ്പം ചുട്ട പോലെ ഒരു ആന. ഇതിന്റെ ഉറക്കക്ഷീണം ഇതുവരെ മാറിയില്ലേ? ഈ ആന നാടനാ അല്ല ബ്രോയിലറാ. ഇതെന്താ ഇങ്ങനെ ഒരു കിടപ്പ്? അത് ഈ പിണ്ടം പോകാനുള്ള സൗകര്യത്തിനാ. ഇവന്റെ പിണ്ടം നമുക്ക് വയ്ക്കേണ്ടി വരും. ഈ ആന എന്താ എപ്പോഴും ഇങ്ങനെ കിടക്കണേ? അതെ, ചാർജ് ആവാൻ കുത്തിട്ടേക്കാ. ഇതേ കണ്ട ചാർജർ. എന്താ പേര്? പപ്പൻ. അതല്ല ആനയുടെ പേര്. ഇപ്പൊ മാമ്പിള്ളി അർജുനന്നാ. ഇതെന്താ ആനകൾക്കൊക്കെ ഹിന്ദുക്കളുടെ പേരിടണേ? ക്രിസ്ത്യൻസിന്റെ പേരിട്ടൂടെ? അതെ, ഇതിന് മാമൂസം വെക്കാനുള്ള പാത്രം അങ്ങ് വത്തിക്കാനിൽ പോലില്ല, അതുകൊണ്ടാ. എന്നാ പിന്നെ മുസ്ലിം പേരിട്ടൂടെ? ആന പൊന്നാലിന്റെ അളിയിൽ അപ്പം കൊണ്ടുപോകും. നാളെയല്ലേ കൂപ്പിലെ പണി? നായ്ക്കറിന പൊടിയും മൈമോടകവും സമം ശർക്കരയും ചേർത്ത് രാവിലെ ആനയ്ക്ക് കൊടുക്കണം. അല്ല മുതലാളി, ഈ നായ്ക്കറിന പൊടി കൊടുത്ത ആനയ്ക്ക് ചൊറിയൂലേ? ഓ, വട്ടുകുളിയെ പോലെ ഫലം ചെയ്യും. നല്ല പോലെ പണി ചെയ്യും. തീറ്റ പകുതി കൊടുത്താൽ മതി. വന്നോ? വാ വാ. വണ്ണ വണ്ണ. എങ്ങോട്ടാ? ഇല്ല, നായ്ക്കറിന പൊടിയും ഗോമൂത്രവും ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ്സിലെടുക്കും. ഏതാനക്ക്? ആനക്കല്ല, എനിക്ക് വയറിളക്കം. എന്തായി? സ്ലോ പോയിസൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയോ? ഇല്ല, ഇനി അതിന്റെ ആവശ്യമില്ല. തൽക്കാലം എല്ലാം ഭംഗിയായി തീർന്നു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ ആനയെ കൈമാറി. നമ്മുടെ ആനക്കമ്പക്കാരൻ കൃഷ്ണപ്രസാദില്ലേ, അവന്റെ തലയിൽ വെച്ച് കെട്ടി. അവര് പുല്ല് വളർത്ത് എന്താച്ചാ ആയിക്കോട്ടെ. ഞാൻ ഇനി ഒന്നും അന്വേഷിക്കാൻ പോണില്ല. എന്റെ തലേന്ന് മാറണം ഒഴിഞ്ഞു കിട്ടില്ലോ, അത് മതി. എന്നെ സഹായിക്കാമെന്ന സ്ഥിതിക്ക് നിങ്ങളോടൊന്നും പറയണല്ലോ, അതുകൊണ്ട് വന്നതാ. എന്നാ ഞാൻ വരട്ടെ. എന്തായി കാണണേ? ആന. അതല്ലടോ, ഈ ചളിയും മണ്ണൊക്കെ എന്താണോ? അത് പിന്നെ ശ്രദ്ധിച്ചില്ല. ധൃതിയിൽ ഇങ്ങോട്ടേക്ക്. ചൊമ്പൻ, ആദ്യം ആനയെ ബഹുമാനിക്കാൻ പഠിക്കുക. സാക്ഷാ ഗണപതി ആന, സഹ്യന്റെ മകൻ. ഏത് സത്യന്റെ? സത്യനല്ലടോ, സഹ്യൻ. മനസ്സിലായോ? ആ, ഇനി വരുമ്പോ കാണരുത്. ആനേനെയോ? അല്ല, ഈ ചളിയും മണ്ണും കാണരുതെന്നു. ആ, വെള്ളം കുടിക്കാറുണ്ടോ? വല്ലപ്പോഴും ലേശം. ചാപ്പാൻ. ഇയാളുടെ കാര്യമല്ല ചോദിച്ചേ, ആന. അത് പിന്നെ ഇല്ല. കൊടുത്തു നോക്കിയോ? ഇല്ല. വീട്ടിൽ പിന്നെ എങ്ങനെയാ കുടിക്കുമെന്ന് അറിഞ്ഞേ? എന്നും കൊടുത്തു നോക്ക. ഒന്ന് മൂത്രം പോയി ആശ്വാസമായി. അപ്പുറത്തും മൂത്രപ്പനുണ്ട്, ആവാം. ഞാൻ എന്റെ കാര്യമല്ല ഈ പറയണേ, ആനയുടെ കാര്യ പറയണേ. ഏഭ്യന്മാർക്ക് ഒന്നും പറഞ്ഞാ മനസ്സിലാവില്ലാച്ചാ. ഈ ഗ്ലൂക്കോസ് നിർത്തണ്ട. ജലപാനം തുടങ്ങണ വരയ്ക്കെങ്കിലും കിഴി പിടിക്കണം. കാലെന്നും വൃത്തിയായി കഴുകണം. മുറി നന്നായി വൃത്തിയാക്കി കർപ്പൂരം ചേർത്ത് എണ്ണയിൽ മുക്കി ആ വ്രണത്തിൽ വെക്കണം. കണ്ണുന്തരവും കൊട്ടൻ ചുക്കാതിയും സമം ചേർത്ത് കുഴമ്പാക്കി പെരട്ടണത് നല്ല തന്നെയാ. തൽക്കാലം ഇത്രയൊക്കെ ചെയ്താ മതി. ഇനി എന്താ വേണ്ടേച്ചാ ഒക്കെ എഴുതി തരാം. വരാ വരാ. എത്ര കൊടുക്കേണ്ടി വരും? ഒരു 100 രൂപ കൊടുത്തേക്ക്. വല്ലാതെ കുറഞ്ഞു പോയി. മനുഷ്യന്മാർക്കല്ല, ആനക്കല്ലേ. അഥവാ കുറഞ്ഞപ്പന്നെ പുള്ളിക്കാരൻ ചോദിച്ചോളൂ. വാ. ഓടിപ്പോയെന്ന് വെച്ചാൽ വെച്ചോളൂ, ഇവിടെ ചില്ലറില്ല. ഇതിനെന്റെ ബാല്യക്കാരൻ വരും അടുത്ത തവണ. ആന വലിയൊരു ജന്തുവാ, അപ്പൊ ഫീസും വലുതാ. അതിനെ പറഞ്ഞല്ലേ. ഈ വൈദ്യരുടെ പേരെന്താണ്? ചന്ദനക്കാടൻ. ചന്ദനക്കാടന ചന്ദനക്കള്ളനാ. 250 രൂപ വേണമെന്ന് നേരത്തെ വാദം ചോദിച്ചാലെന്താ? വാഴക്കൂമ്പിൽ വെതറന്റെ ഫ്യൂറഡാന്റെ പൈസ എടുത്തിട്ട് വൈദ്യർക്ക് കൊടുത്തത്. ഇനി ഗ്ലൂക്കോസ് വേറെ വാങ്ങണം. ഏട്ടനറിഞ്ഞാലേ എന്റെ കൂമ്പ് പാടും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇവന്റെ വരവ് ഒരു ഐശ്വര്യം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതോടെ എന്റെ ദുരിതങ്ങളൊക്കെ തീരും എന്റെ ഗുരുവായൂരപ്പാ. ആകെ പ്രശ്നമായി. ആ ബാങ്കുകാര് ചതിച്ചു. ഗൗരിയുടെ വീട് ജപ്തി ചെയ്യാൻ വന്നിരിക്കണു. ജപ്തിയോ? ഉരുളി ഒന്ന്.
പെട്ടി ഒന്ന് ചെമ്പൊന്ന് അറിയാണ്ടിരിക്കെ എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നമ്മൾ പെരുവഴിയിലാവാനൊന്നും പോണില്ല. നിർത്ത അയ്യോ ജപ്തി നടക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? പൈസ അടച്ചാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ സാറേ. ആനപ്രേമി കൃഷ്ണപ്രസാദ് അങ്ങോട്ട് മാറിക്കോ, അങ്ങോട്ട് മാറിക്കാ. ഗൗരി, ഇതൊന്നും ഞാന് എന്നെ ഉള്ളൊരുക്കി ശപിച്ചോളൂ. ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ. എന്റെ ഗതികേട് കൊണ്ടാ ഇങ്ങനെയൊന്നും സംഭവിക്കരുതായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ, ഇങ്ങനെ ദുഃഖം രേഖപ്പെടുത്തിയോണ്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം ഇതിനൊരു പരിഹാരം കാണും. വർഷാവസാനം ബാങ്കുകാരി വീട് വിൽപ്പനയ്ക്ക് വെക്കും. അപ്പൊ അത് ലേലത്തിലെടുത്ത് ഞാൻ തന്നെ നിങ്ങക്ക് തിരിച്ചു തന്നേക്കാം. ഇത് ഞാൻ തരുന്ന വാക്കാ, സത്യം. അത് അപ്പോഴല്ലേ, ഇപ്പോഴത്തെ കാര്യം പറ. ഞങ്ങൾ 2 സ്ത്രീകളാ. നിങ്ങൾ കാരണം പെരുവഴിയിലുമായി. പറയ്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? അത് പിന്നെ നമുക്ക് മറ്റൊരു വാടക വീട് നോക്കി. എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനും അമ്മയും ഇന്ന് മുതൽ താമസം മാറ്റുന്നു. ഏത് വീട്ടിലേക്കാ? നിങ്ങളുടെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കോ? അത് ശരിയാവില്ല, അതൊട്ടും ശരിയാവില്ല. അതെന്താ? അവിടെ ആകെ പ്രശ്നങ്ങളാന്നേ. ഏട്ടൻ, അളിയന്മാര്, പെങ്ങന്മാര്, അവരുടെ കുഞ്ഞുങ്ങള്, അമ്മ, ആന. എന്റെ കാര്യം തന്നെ അവിടെ കഷ്ടത്തിലാ. അവിടുത്തെ അവസ്ഥയൊന്നും ഗൗരിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും ഇതിനേക്കാളും മോശം അവസ്ഥ ഒന്നാവില്ലല്ലോ. ഞാൻ പറയുന്നത് ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നിങ്ങൾ ഒരാള് കാരണം ഞങ്ങൾക്ക് ഈ ഗതി വന്നത്. ഞങ്ങൾ അവിടെ തന്നെ താമസിക്കും. എന്ത് ഭൂകമ്പം ഉണ്ടായാലും ശരി. വാശിവാ, അമ്മ നടന്നേ. മോളെ അത് അമ്മ വാ. അല്ല വിളിക്കണേ, ഓടോടത്. ഏട്ടൻ ഇതൊന്നും വിശ്വസിക്കരുത്. സംഭവിച്ചത് ഇങ്ങനെയൊന്നുമല്ല. സത്യത്തിൽ ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാ മതി. നീ ഈ കുട്ടിയുടെ പക്കൽ നിന്ന് വീടിന്റെ ആധാരം വാങ്ങിയിട്ടുണ്ടോ? അത് പിന്നെ ഞാന് ആ ആധാരം പണയം വെച്ച് നീ കാശ് വാങ്ങിയിട്ടുണ്ടോ? അത് ഏട്ടാ നൃത്ത വിദ്യാലയം തുടങ്ങാൻ വേണ്ടിട്ട്. ആ വീട് ജപ്തി ചെയ്തോ? ഞാനും അത് ഇതെല്ലാം സത്യമാണല്ലോ. എന്നാ നീ ഇനി ഒന്നും പറയണ്ട. ഇവര് തൽക്കാലം ഈ പത്തായപ്പുരയെ താമസിക്കുന്നു. പക്ഷെ നീ ഇവിടെ നടണം. നീ ഉണ്ടാക്കിയ ബാധ്യതകൾ കാരണം ഇവര് വഴിയാധാരായത്. ഇവരെ സംരക്ഷിക്കേണ്ടത് ഒരു ചുമതലയാണെന്ന് തോന്നി. പകരം നീ ഇറങ്ങണം. ആ പിന്നെ നീയായിട്ട് കൊണ്ടുവന്ന ഒരു ബാധ്യത ഉണ്ട് ഈ കുടുംബത്തില്. നിന്റെ ആന പോകുമ്പോ അതിനെ കൂടി കൊണ്ടുപോയിക്കോ. മോനെ വേണ്ടമ്മേ, ഉപ്പ് തന്നാൻ വെള്ളം കുടിക്കട്ടെ. തിരിച്ചു വിളിക്കണ അവനെ. അമ്മയാ പറയണത്. ആവാം, പക്ഷേ പകരം ഞാൻ അറിഞ്ഞു ഈ വീട്ടിൽ നിന്ന്. വേണ്ടമ്മേ, ഉപ്പ് തിന്നവൻ ഞാനല്ലേ. ഞാൻ ഇറങ്ങിക്കോളാം. പക്ഷേ അവരെ സംരക്ഷിക്കാനുള്ള സന്മനസ് കാണിച്ചല്ലോ, അത് മതി. ഇനി ഇതിനെ ഇവിടെ എവിടേക്കെങ്കിലും കൊണ്ടുപോയി കാശ് തരുമോ? അപ്പൊ എല്ലാം ആദ്യമായിട്ടായിരിക്കല്ലേ പപ്പേട്ട ഒരു ആനയോട് ഗെറ്റ് ഔട്ട് പറയുന്നത്? എനിക്കറിയാം നീ ഇങ്ങനെയൊക്കെ പറയാനെങ്കിലും നിന്റെ മനസ്സ് ഇറന്ന് നീറണമെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാ, സത്യം. ഈ കിടപ്പിൽ എന്താ അവന്റെ തലയെടുപ്പ്? അങ്ങനെ ആനപ്രേമി കൃഷ്ണപ്രസാദും അവന്റെ ആനയും വഴിയാധാരമായി. അപ്പോ ഞാൻ വിട്ട ജപ്തി ഫലിച്ചു അല്ലേ? എന്നെ അപമാനിച്ചതിന് നീ അനുഭവിക്കും. നീയും നിന്റെ ആനയും ഇനിയും നരകിക്കും. തുടങ്ങിയിട്ടേ ഉള്ളു ഞാൻ. നീ ചെവിയിൽ നുള്ളിക്കോ. അർജുനൻ ജലപാനം തുടങ്ങി. അത് മാത്രം പോരാ, അവന് നീ എനിക്ക് പഴയ ചുണക്കൂട്ടനാക്കി തരണം. ഈശ്വര, ഞാൻ കാരണമല്ല ഇങ്ങനെ വഴിയോർത്ത് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു ഞാനും കരുതിയില്ല. അപ്പോഴത്തെ അവസ്ഥയില് മറ്റൊരു മാർഗമില്ലായിരുന്നു മുന്നില്. അതുകൊണ്ടാ ഞാൻ ഇവിടെ ദേവസ്വം ഓഫീസിൽ താമസം.
അമ്പലക്കുളത്തിൽ വിസ്തരിച്ചുള്ള കുഴി, രാമേട്ടന്റെ കടലെ ഭക്ഷണം, ആൽത്തറയിലെ ഉറക്കം, പരമസുഖ. എനിക്കിതൊക്കെ ഒരു ശീല. പണ്ട് സ്കൂളിലേക്കെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു ആനയുടെ പുറകെ കൂടും. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ ഏട്ടൻ തല്ലൂലൊന്ന് പേടിച്ച് രാമേട്ടന്റെ കടയിലോ ഈ ആൽത്തറയിലൊക്കെ തന്നെ അന്നും അന്തി ഉറക്കം. ഈ ആനനെ ഇപ്പൊ ഇവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ ഞാൻ കാലുകൊണ്ട് തോണ്ടി ഞാൻ തോട്ടിലേക്ക് ഇടും. ആരെങ്കിലും അറിയാതെ ചവിട്ടി കൂട്ടിയാ മനുഷ്യർക്ക് നടക്കണ്ടേ? ഇത്ര അധികം സ്ഥലം വേണോ പുളിക്കത്തറയെ തനിക്ക് നടക്കാൻ? വേണം. എന്റെ ഹൗസിങ്ങിന് കുറച്ച് വലിപ്പം കൂടുതലാണ്. പിന്നെ അടുത്തുള്ള മരക്കമ്പനി കൊണ്ടുപോയിട്ട് മുറുക്കി ഒന്ന് സഹായിച്ചൂടെ എന്റെ പെണ്ണെ. അങ്ങനെ കരുതുക. കുന്നുകൂടുന്ന ഇതിന്റെ പിണ്ടങ്ങളോ നാറിയിട്ട് നടക്കാൻ പറ്റുമോ? പിന്നെ ആനയ്ക്കൊരു സ്നഗ്ഗി പിടിപ്പിക്കാന്ന്. എന്നെ കൊണ്ട് എന്താ രാമേട്ടാ, എന്താ പ്രശ്നം? പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇയാളുടെ ഹൗസിംഗ് ഇത്തിരി കൂടുതലാണ്. അത് കുറപ്പിക്കാൻ എന്താ ഒരു വഴിന്ന് ഇരുന്നിങ്ങനെ നിറങ്ങിയ കുറെ കുറയില്ലേ? താനെന്താ പൊട്ടം കളിക്ക? ഈ ആന ഇവിടുന്ന് മാറ്റണം. മാറ്റിയേ തീരൂ. മാറ്റിയിട്ട് തനിക്ക് ഇവിടെ കിടക്കണം. താൻ എന്താ നോക്കി പേടിപ്പിക്കാ? നിങ്ങൾ വെറുതെ വെള്ളം കുടിക്കട്ടെ. ഒറ്റയ്ക്ക് നന്ദൻ കോൺട്രാക്ട് എടുത്ത് നടത്തിയ ബസ് സ്റ്റാൻഡ് റിന്യൂവേഷന്റെ ബില്ല് കോർപ്പറേഷനിൽ കുരുങ്ങി കിടക്കുക. അതൊന്ന് റിലീസ് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ? ഫോൺ എടുത്തൊന്ന് ഞൊടിച്ചാ പോരെ. ബട്ട് ഐ എക്സ്പെക്ട് സം റിട്ടേൺ. പകരം എനിക്ക് എന്ത് തരും? എന്തു വേണം? പണം? അതിനൊക്കെ വലിയ കാര്യങ്ങളില്ലേ? നിങ്ങളുടെ സബ് കോൺട്രാക്ടർ ഇല്ലേ പ്രസാദ് പനമ്പട്ടയുടെ? അതെ. അവനെ കട്ട് ചെയ്യണം. അവനെ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കണം. അത് മറ്റാരാണെങ്കിലും പ്രശ്നമില്ലായിരുന്നു. ഇത് പ്രസാദ് ആയതുകൊണ്ട്. അവന്റെ കാര്യത്തിൽ സ്വന്തം വീട്ടുകാർക്കില്ലാത്ത താല്പര്യം എന്തിനാണെന്താ നിനക്ക്? കിട്ടിയ അവസരം കളയാതിരിക്കാൻ നോക്ക്. ശരി, ചെയ്യാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എങ്ങനെ ഉണ്ടോ എന്റെ കളി? അവൻ നരയിക്കാൻ തുടങ്ങിയില്ലേ? തണ്ട് ഈ കോത്താഴത്തെ മോണ്ട ഇതുവരെ തെളിഞ്ഞില്ലേ? ചൂളിപ്പോയില്ലേ ഞാൻ? അവളുടെ ചിരി മനസ്സിൽ നിന്ന് പോകുന്നില്ല മുതലാളി. വീട് ഒരു ചിരിയല്ലേ? അത്രയ്ക്ക് നിസാരനാണോ ആ ചിരി? കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായത് തന്നെ ദ്രൗപദിയുടെ ഒരു ചിരി കാരണമാണ്. നാളത്തോടെ തീർന്നോളും അവന്റെ ചിരിയൊക്കെ. താൻ വാ മോളെ. അമ്പലത്തിൽ പോയതാ? അതെ. എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ കുട്ടിയെ? ഇല്ലമ്മേ. ഉണ്ടെങ്കിൽ പറയണേ, മടിക്കരുത്. എന്റെ മോൻ കാരണമല്ലേ മോക്കെ ഗതി വന്ന് ഉള്ള വീടും നഷ്ടപ്പെട്ടു. സാരില്ലമ്മേ, ഞാൻ കാരണം പ്രസാദേട്ടന് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നില്ലേ? എന്റെ വിഷമം അതാ. ഒക്കെ സമയദോഷ, അല്ലാണ്ടെന്താ? ആരും ഇല്ലെന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങളൊക്കെ സ്വന്തക്കാരാന്ന് കരുതിയാ മതി. ജലപാനം തുടങ്ങിയത് നല്ല ലക്ഷണ. മൂത്രം പോവാനും തുടങ്ങിയേക്കണു. അത് പകുതി ആശ്വാസായി. ആ മുറിവില് വറ്റലും കാണാണ്ട് ദാ നഖം കിളിർക്കാനും തുടങ്ങിയേക്കണു. മൊത്തത്തിൽ ശുഭലക്ഷണ. ആ ഗ്ലൂക്കോസിന്റെ അളവ് ഇനി നേർ പകുതി ആക്കാം. ശർക്കര ഉരുട്ടി കുറേശ്ശെ കൊടുത്തു നോക്കാം. തിന്നാൻ ശ്രമിക്കട്ടെ. എരണ്ടക്കെട്ടിന് അഷ്ടചൂർണം കൊടുക്കാം. പിന്നെ എല്ലാം പഴയപടി. ആന സ്വയം ഒന്ന് എഴുന്നേറ്റ് കിട്ടിയാ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. 250 തികയില്ല. ഒരു 50 റുപ്യന്റെ കുറവുണ്ട് പപ്പേട്ട. സാരില്ല, ബാക്കി അടുത്ത തവണ കൊടുക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? അയ്യോ, എന്നാലും ഒരു കുഴപ്പമില്ല. അത് പിന്നീട് പ്രശ്നം. ഞാനില്ലേ? ചെല്ലി ചെല്ലി വാ. ക്ഷമിക്കണം, കുറച്ച് കുറവുണ്ട്. ഭയങ്കര ടൈറ്റില്ല. അടുത്ത പ്രാവശ്യം ഒരുമിച്ച് ഇത് പിടിക്കുക. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു വൈദ്യന് രോഗിയെ പരിശോധിക്കാൻ തന്നെ രോഗം നിർണയിക്കാൻ കഴിയും. നല്ല വൈദ്യനാച്ച അയാളുടെ മനസ്സും. ആനസ്നേഹമില്ലാത്ത വെറും മൂരാച്ചികളാന്ന് കരുതിയിട്ടാ കഴിഞ്ഞ തവണ ഞാൻ കാശ് കണക്ക് പറഞ്ഞ് മേടിച്ചേ. ആന ഏറ്റെടുത്ത കഥകളൊക്കെ ഞാൻ അറിഞ്ഞേക്കണു. എനിക്ക് സന്തോഷമായി. ത്യാഗ, മഹാത്യാഗം. യോഗികൾക്കേ അതിന് കഴിയൂ. മനനം ചെയ്യുന്നവൻ മനുഷ്യൻ. അങ്ങനെയാണല്ലോ. ഇനി അങ്ങോട്ട് എന്റെ ചികിത്സ സൗജന്യ. എന്താ? അർജുനൻ ഒരു യുദ്ധത്തിലാ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കുരുക്ഷേത്ര യുദ്ധത്തില് ഏത് യുദ്ധവും അർജുനൻ ജയിക്കും. സാരഥിയായി താൻ കൂടെ കാണുമെങ്കിൽ.
എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അന്ന് മതമിളകി വന്ന പീസ് തന്നെയാണ് ഇത്. അർജുനെ കുറിച്ച് കേട്ടപ്പോ അങ്ങോട്ട് സന്തോഷം. ഒക്കെ ഒക്കെ ശരിയാവുന്ന എന്റെ മനസ്സിനൊരു തോന്നല്. ഓയ്യോ നന്ദേട്ടൻ, ഇനിയിപ്പോ എന്താ? പപ്പേട്ടന്റെ മൊബൈൽ ഏതാ? എന്റെ മൊബൈലാ. എന്റെ മൊബൈൽ വണ്ടി കിടന്നോടെ. ഇതിൽ ലേശം ചാർജ് കുറവാ. നന്ദേട്ടാ ഇതുവരെ ലോഡ് എത്തിയില്ലേ? ചേട്ടാ ഇവരിത് എവിടെ പോയി കിടക്കുക? ഇപ്പത്തും. ഇവിടെ റേഞ്ച് ഇല്ലാത്തോണ്ട് അവരിത് കട്ട് ചെയ്തിരിക്കുക. മൊബൈൽ ഒന്ന് വരുമോ? ഹലോ തങ്കപ്പ, നീ ഇതുവരെ ലോഡ് ഇറക്കിയില്ലേ? ലോഡ് ഇറക്കിയല്ല, കയറ്റിക്കൊണ്ടിരിക്ക. ആഹാ, എവിടെ എത്തി? പനയുടെ മുകളിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 8 ഓ, അവിടെ നിന്ന് നോക്കി ആനക്കോട്ട കാണാമോ? ആനക്കോട്ടയല്ല, ഇവിടെ നിന്നൊക്കെ ശവക്കോട്ടയാണ്. അത്ര അടുത്തെത്തി, അവിടെ നിന്ന് നോക്കി ആനക്കോട്ട കാണാന്ന്. എന്നാ പിന്നെ അവിടെ ഇറക്കിക്കോ. പൈസ കൊടുക്കാതെ ഇവിടെ ഇറങ്ങിയാലേ ഇവരെല്ലാം പീസാക്കും. ഇറങ്ങി വാടാ, കാണിച്ചു തരാം. അയ്യോ, അത് വലിയ പട്ടയായതുകൊണ്ടാ. ഒരു കാര്യം ചെയ്യും, മുറിച്ച് പീസാക്കി ഓരോ ആനക്കായിട്ട് ഇട്ട് കൊടുക്ക്. ഓ ഇട്ടോ, പിന്നെന്താ സന്തോഷം. വേണ്ട, നീ ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ആ കോൺട്രാക്ട് മറ്റൊരാൾക്ക് കൊടുത്തു. ശരിയാവില്ല പ്രസാദേ. ആനയും പ്രാരാബ്ദമൊക്കെ ഇട്ട് നടക്കണം. എന്നെ ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കണക്കിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നീ വീട്ടിലൊന്നും വാങ്ങിച്ചോ. ഈ ഒരു പ്രാവശ്യത്തേക്ക് കൂടി വേണ്ട പ്രസാദേ, ഇത് 1ാമത്തെ 2ാമത്തെ തവണയല്ലല്ലോ. ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നീ പോയി എന്റെ പണി നോക്ക്. ഈ ഒരു അവസ്ഥയിലുള്ള വരുമാനോട് മുട്ടിയ എന്താ ചെയ്യാ നമ്മള്? എനിക്കറിയില്ല പപ്പേട്ട. ഒരു വഴി തുറക്കുമ്പോ ഒരു വഴി അടയുക. വല്ലാത്തൊരു പരീക്ഷണ. മതി ഇവിടെ നിർത്ത്. ആ ബെസ്റ്റ്. ചരിഞ്ഞു കിടക്കുന്ന ആന, കട്ടം വെച്ചിരിക്കുന്ന അളിയൻ, മുന്നിലൊരു വെള്ളമുണ്ടുകൂടി വിരിച്ച വൈകുന്നേരം ആവുമ്പോ അട്ടിക്കുള്ള വക കിട്ടും. ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഒന്ന് എൻജോയ് ചെയ്യളിയാ. ഇനി അങ്ങോട്ട് ഗജകേസരി യോഗമല്ലേ, അടിച്ചു പൊളിക്കളിയാ. എഴുന്നേക്ക്. എന്താ കാര്യം? ആ ബെസ്റ്റ്. അപ്പൊ അളിയനൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. വീട് ഭാഗം വെക്കാൻ തീരുമാനിച്ചിരിക്കുക. ആ സന്തോഷ വാർത്ത അറിയിക്കാനാ കേസൊക്കെ വിട്ടിട്ട് ഞാൻ വന്നത്. ഭാഗം വെക്കേ? അതെ, ഭാഗം വെക്കാൻ തന്നെയാ. അതിന് വിരോധം പറയാൻ നിനക്കെന്ത് അവകാശമുള്ളത്? നീ കാരണമാ, നിന്റെ ഒടുക്കത്തെ ആനഭ്രാന്ത് കാരണമാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്നും ഇങ്ങനെ കൂഷ്ടു കുടുംബമായിട്ട് കഴിയാവുന്നതാണോ? പടിക്ക് പുറത്താക്കിയതല്ലേ അവനെ. ഇവന്റെ സമ്മതം ആർക്കാ വേണ്ടത്? ആ, ഏട്ടനും അമ്മയും സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇടപെടിന്ന് ഭാഗം വെക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? പറയണോ? പറഞ്ഞാ നാറും. കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോളുണ്ട് എനിക്ക്. പറയാൻ ഉളുപ്പുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. വീട്ടിലൊരുത്തി കയറ്റി താമസിപ്പിച്ചിട്ടില്ലേ, അവളെ കുറിച്ച് കഥകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു നാട്ടുകാര്. ആരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാന്നറിയോ? നിന്റെ ഏട്ടനെയും കൂട്ടിച്ചേർത്താ കഥകള്. പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ഏട്ടൻ ആരാന്നറിയണോ നിനക്ക്? എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്റെ ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ഏട്ടൻ ആരാന്നറിയോടാ? ഞങ്ങൾക്ക് ഒരു ജീവിതം തന്ന ദൈവമാടാ, ദൈവം. കൊല്ലുന്നില്ല. ഇനി ഇതൊക്കെ കേൾക്കാൻ നിൽക്കണോ? ഭാഗം വെച്ചോട്ടെ, ഭാഗം വെച്ച് പിരിഞ്ഞോട്ടെ. ഭാഗം നടക്കണം. നടക്കട്ടെ. അതങ്ങോട്ട് വലിച്ചു പിടിച്ചോ. കോട്ടാണ്. അതോ, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളില്ലേ മോളെ. അതൊക്കെ ഇങ്ങനെ അളന്ന് മതിലൊക്കെ കെട്ടി, വലിയ മാമനൊരു സ്ഥലം, ചെറിയ മാമനൊരു സ്ഥലം, മോളുടെ അമ്മയ്ക്കൊരു സ്ഥലം, അങ്ങനെയൊക്കെ വേർതിരിച്ച് ഭംഗിയാക്കി വെക്കാനാ. മനസ്സിലായോ? അങ്ങനെ മതിലൊക്കെ കെട്ടി വേർതിരിച്ച ഞങ്ങൾ എങ്ങനെയാ ഓടിക്കളിക്കാം? കൊല്ലം 1181 ആണ്ട് ഇടവ മാസം 22-ന് 2006 ജൂൺ മാസം 5-ാം തീയതി ചാവക്കാട് താലൂക്ക് തെക്കേക്കര അംശം ചുങ്കൻ ദേശത്ത് വടക്കേപ്പാട്ട് വരേതനായ ഗോവിന്ദൻ ഭാര്യ ഉണ്ണിയമ്മ എഴുതി കൊടുക്കുന്ന പാകാധാരം. മേൽപ്പറഞ്ഞ ഉണ്ണിയമ്മയ്ക്ക് ചാവക്കാട് സബ് രജിസ്ട്രാർ ഓഫീസിലെ 1993-ലെ 1776 നമ്പർ ആധാരപ്രകാരം ജന്മാവകാശമായി സിദ്ധിച്ച സർവേ നമ്പർ 34/12-ൽ 1.5 ഏക്കർ പറമ്പും കൃഷിയിടവും പുരയും മക്കളായ മാധവൻ, ഭാഗ്യലക്ഷ്മി, സരസ്വതി, കൃഷ്ണപ്രസാദ് എന്നിവർക്ക് താഴെ പറയുന്ന പ്രകാരം
I am from Animal Welfare Board. You wait there. ഞാനൊരു SPC ഇൻസ്പെക്ടറാണ്. എന്ന് വെച്ചാൽ മൃഗപീഡനങ്ങൾ പരിശോധിക്കുകയും തടയുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ. അറിയാം സാറേ, 1-2 പേരെ പരിചയമുണ്ട്. അറവ് മൃഗങ്ങളെ തീറ്റയും വെള്ളം കൊടുക്കാതെ വാഹനങ്ങളിൽ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്ന് അറിയില്ലേ? അത് പിന്നെ അത് കവർ ചെയ്യാത്ത വാഹനങ്ങളിൽ മൃഗങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല നിയമമുണ്ട്. നിങ്ങൾ അത് പാലിച്ചിട്ടില്ല. അത് സാറേ പിന്നെ അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങളെ ഒരു വെറ്റിനറി ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് നിയമമുണ്ട്. നിങ്ങളുടെ പക്കലുണ്ടോ? എങ്കിൽ നിങ്ങൾ ശിക്ഷാർഹനാണ്. അണ്ടർ സെക്ഷൻ 69 and 88 ഓഫ് സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽ ആക്ട്, ജന്തുദ്രോഹത്തിന്റെ പേരിൽ നോക്കിക്കാതെ ഡ്രൈവറെങ്കിലും ജീവിക്കട്ടെ. ഒരു മിനിറ്റ്. ഫോർ അനിമൽസ് ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി. ഫോർഗിവ് മീ. സാറേ, ഇതൊക്കെ ഞങ്ങൾ എല്ലാ ഓഫീസർമാർക്കും കൊടുക്കുന്നതാ. കൈക്കൂലി മിണ്ടാപ്രാണികളെ കുത്തി നിറച്ച് അറവുശാലയിൽ എത്തിച്ച് അവയെ ക്രൂരമായി കൊല്ലാൻ കൂട്ടുനിന്ന് കൊന്ന പാപം തിന്നാ തീരുന്ന വ്യാഖ്യാനവും നൽകി വിദേശ മദ്യവും കൂട്ടി മൂക്കുമുട്ട തിന്നു തൂറുന്ന 4ാംകിട ഉദ്യോഗസ്ഥന്മാരെ നീ കണ്ടിട്ടുള്ളൂ. മോനെ, ഇതാള് വേറെയാ. ഐ ആം ബാബു ഷാഹിദ് അഥവാ മിന്നൽ ബാബു. നിന്റെ കട്ടയും പടവും മുടക്കി ഞാൻ. Oh my dear guys, why fear when I am here? Rare species, not it. എടോ പരിശാസ്ത്രം, തന്റെ ഭാവി അറിയാൻ ഒരു സീറ്റ് എടുക്ക്. ഡയബോളിക് തത്തെ കൊണ്ടല്ല, താനെടുക്ക്. കരിങ്കുട്ടി സ്വാമി, വെരി ഗുഡ്. നിന്റെ ഭാവി കട്ടപ്പോകാം. ഇന്ന് മുതൽ നീ കൂട്ടിനകത്ത്, നിന്റെ തത്ത കൂട്ടിന് പുറത്ത്. ജോസഫ്, നോട്ട് ദിസ് കേസ്. Who is this snake man? ഇതെന്ത് പാമ്പാണ്? 8 അടി മൂർഖ സാർ. ഇത് പാമ്പ് കടിച്ചാ 8 അടി നടക്കുമ്പോൾ സത്ത് പോയിട്ട് സാർ. എനിക്ക് 8 അടി വേണ്ടേ, ഒറ്റ അടി പോലും. മന്നിച്ചിടുങ്ക സാർ. റെക്കോർഡ് ദിസ് കേസ് ആൻഡ് മൂവ് ദ പേപ്പേഴ്സ് ഇമ്മീഡിയറ്റ്ലി. സാർ, അതാരാടോ? നാടവൈദ്യനാ. എന്താടോ പാത്രത്തിൽ? എന്തോടെ ദേശീയ പക്ഷി പീകോക്ക് മയിൽ. അതിനെ പുഴുങ്ങി ഇടിച്ച് പിഴിഞ്ഞിവൻ എണ്ണയാക്കി വെക്കുന്നു. ഈ മയിൽ എന്നെ FIR എഴുതി 6 മാസം ജയിലിൽ തള്ളു. രാജ്യദ്രോഹി. ഡയബോളിക് ഡ്യൂപ്ലിക്കേറ്റ് മയിലെണ്ണ വിട്ട് ജനങ്ങളെ പറ്റിക്കുന്നു. IPC 406 420 120. മേലിൽ ഈ ഏരിയയിൽ അനധികൃതമായി പക്ഷികൾ മൃഗങ്ങൾ ഇവയെ കൊണ്ടു നടക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നവരെ പുറത്തിറങ്ങി അയക്കണം. കോടതി പറഞ്ഞാൽ മതി. കുറച്ച് ചൂടില്ല, പിന്നെ വിളിക്കാം. മുതലാളി പേടിക്കണ്ട, ഞാനുണ്ട്. അനിമൽ ഇൻസ്പെക്ടറായിട്ട് ഇങ്ങനെ തന്നെ വന്ന് നമ്മളെ ഭാഗ്യമാണ്. ആ പോക്ക് കണ്ടില്ല, മിന്നല് പോലെയാ. നമ്മള് ശരിക്ക് പിരികേറ്റി വിട്ട കാര്യം നടക്കും. നമസ്കാരം സാർ. ഇരിക്കാൻ പറഞ്ഞില്ല. അതല്ലേ ഞാൻ എഴുന്നേറ്റ് നിന്നത്. എഴുന്നേക്കാനും പറഞ്ഞില്ല. എന്താ വേണ്ടത്? മുതലാളി നമസ്കാരം. ഞാൻ അനിരുദ്ധൻ, ആന ഉടമസ്ഥ സംഘം മെമ്പറാ. എന്നാ ഇരിക്കേ. സാറിനെ പോലൊരു മിടുക്കൻ ഇൻസ്പെക്ടറെ ഇങ്ങോട്ട് സ്ഥലം മാറ്റി കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഇനി അവന്റെ കളി നടക്കില്ലല്ലോ. നരകിപ്പിക്കുക സാറേ ഒരു ആനയെ. അവന്റെ പ്ലാൻ വേറെയാ. കൊമ്പ് മുറിച്ചു വിറ്റ് മുങ്ങാനോ. അവൻ വീരപ്പനാണ് സാറേ. നമ്മൾ ചെന്നാലോ കൈകൊണ്ട് നേരിടും. എന്റെ സാറേ, കാരിരുമ്പിന്റെ കരുത്ത കൈ അറിയാം. എനിക്ക് കൊണ്ടുവരണ്ടേ? ഇതാണ് സ്പോട്ട്. സാറ് പോയി അർജുനെ ഒന്ന് കാണണം. അതാരാ? ആണോ? സഹിക്കില്ല സാർ, കൊല്ലാക്കൊല ചെയ്യുക. മൃഗപീഡനം ഞാൻ സഹിക്കില്ല. ഡയബോളിക് മിണ്ടാപ്രാണികളെ ദ്രോഹിക്കുന്ന സഹിക്കില്ല. അവന്റെ പേര് അഡ്രസ്സും തരൂ. വേർ ഈസ് ഹി? ഹൂ ഈസ് ഹി? വാട്ട് ഈസ് ഹി? ഒന്ന് ആലോചിച്ച ഈ ഭാഗമപ്പ് ഒരു അനുഗ്രഹമായി പപ്പേട്ട. ബാങ്കുകാര് ഗൗരിയുടെ വീട്ടിൽ ഏലത്തിന് വെക്കും. അത് തിരിച്ചു മേടിച്ചു കൊടുക്കാൻ ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളതാ. ഒരു 3 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. എന്റെ ഭാഗം പണയം വെച്ച ഒരു 2.5 ഒപ്പിക്കാം. എന്നാലും വേണം ബാക്കി 50. എന്തൊരു ക്രൂരമായ കാഴ്ചയാണിത്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നിങ്ങൾ ഈ ആനയെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് പരാതി കിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വന്ന. അയ്യോ സാർ, ഞാനങ്ങനെയൊന്നും. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ഒരാന കൈവശം വന്നാൽ അത് ഫോറസ്റ്റ് ഓഫീസറെ എഴുതി അറിയിക്കണമെന്ന് നിയമമുണ്ട്. നിങ്ങളത് ചെയ്തിട്ടുണ്ടോ? അല്ല, അത് ഞാൻ. ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഈ ആനയെ മറിച്ച് കിടത്താറുണ്ടോ ദിവസത്തിൽ ഒരു തവണയെങ്കിലും? ഒരിക്കലും നമുക്ക് ആനയെ മറിച്ച് ഇല്ലയോ? ഇല്ല സാർ. കേരള ക്യാപ്റ്റീവ് എലിഫന്റ് റൂൾസ് പ്രകാരം
ആനയുടെ അസുഖത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ആനയുടമ ഒരു റെക്കോർഡ് സൂക്ഷിക്കണമെന്നുണ്ട്. താങ്കൾ സൂക്ഷിച്ചിട്ടുണ്ടോ? അതൊരിക്കലും നമുക്ക് ഉണ്ടോ ഇല്ലയോ? അതില്ല. ഒരു വെറ്റിനറി ഡോക്ടറെ കൊണ്ട് ആനയെ പരിശോധിപ്പിക്കാറുണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഇല്ല, നാട്ടുവൈദ്യനാ. നാട്ടുവൈദ്യനോ? What stupidity you're talking. I can't tolerate this. നിങ്ങൾ ഏത് യുഗത്തിലാണ് മിസ്റ്റർ ജീവിക്കുന്നത്? ആനയെ സംരക്ഷിക്കാനുള്ള ഒരു വ്യവസ്ഥയും നിങ്ങൾ പാലിക്കുന്നില്ല. ജന്തുദ്രോഹം ക്രിമിനൽ ഒഫൻസ് ആണെന്ന് അറിയില്ലേ? അത് സർ, നിങ്ങളുടെ ആനയെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. അയ്യോ സാർ, ചതിക്കരുത്. ഈ എന്റെ അർജുനെ ഞാൻ സാറിന്റെ കാല് പിടിക്കാം. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കോടതി ബോധ്യപ്പെടുത്തിയാൽ മതി. ജോസഫ്, ആനയെ ജയിപ്പിക്കോ, ആന ഉടമസ്ഥനെ ജയിപ്പിക്കോ. ഞാനൊരു വൈൽഡ് ലൈഫാ. മനസ്സിലായില്ല? മൃഗസ്നേഹിയായ പാപ്പാൻ. പേര് പപ്പൻ. ഈ ഡയബോളൊക്കെ ആദ്യം കേട്ട്. യുവർ ഓണർ, ഡിഫൻഡന്റായ കൃഷ്ണപ്രസാദ് ആനയെ വേണ്ടും വിധം പരിപാലിക്കുന്നില്ല എന്നാണ് XPCA ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. മൃതപ്രായനായി ഉടമസ്ഥം പോലും ഉപേക്ഷിച്ച ഒരു ആനയാണ് എന്റെ കക്ഷി ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നത്. മാത്രമല്ല എന്റെ കക്ഷി ഒരു തികഞ്ഞ ആന സ്നേഹി കൂടിയാണ്. പ്രസിദ്ധ ആനവൈദ്യൻ ചന്ദനക്കാടനാണ് ആനയെ ചികിത്സിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ ആന ആദ്യം ചികിത്സിക്കാൻ വന്നപ്പോ ഇത് രക്ഷപ്പെടുന്നു ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. ഇപ്പതാ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങി. അതൊക്കെ ഈ കൃഷ്ണപ്രസാദ് ഒറ്റ ആളുടെ ഇച്ഛാശക്തി കൊണ്ടാ. ഇത്ര നല്ലൊരു ആനപ്രേമിയെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ഡിഫൻഡന്റ് ഒരു ആന സ്നേഹിയാണെന്നും അയാൾ ചെയ്തത് ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണെന്നും കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതേസമയം തന്നെ SPCA ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടും കോടതിക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. 1 ലക്ഷം രൂപയ്ക്കുള്ള കരുതൽ നിക്ഷേപത്തിന്മേലും 2 പേരുടെ ആൾ ജാമ്യത്തിന്മേലും ആനയെ ഡിഫൻഡന്റ് കൃഷ്ണപ്രസാദിന് വിട്ടുകൊടുക്കാനും 3 ദിവസത്തിനുള്ളിൽ അതിന് സാധിക്കാത്ത പക്ഷം ആനയെ മൃഗസംരക്ഷണ വകുപ്പിലേക്ക് കണ്ടുകെട്ടുന്നതിനും ഈ കോടതി ഉത്തരവിടുന്നു. നമ്മുടെ അർജുനൻ 1 ലക്ഷം രൂപ, അത് 3 ദിവസത്തിനുള്ളിൽ നിനക്ക് കഴിയോ? ഇല്ല പപ്പേട്ട, ഞാൻ വിട്ടുകൊടുക്കില്ല. നമ്മുടെ അർജുനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. സാറേ, സന്തോഷായി. നന്ദിയുണ്ട്. ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുണ്ട്. എന്നാ പിന്നെ സാറങ്ങാട്ട് പപ്പേട്ട നന്ദി. കാലം പോയ പോക്കേ. എന്റെ കർത്താവേ, ആനക്ക് എസ്കോർട്ടാ. അയ്യോ, നീ ഓടി ഒളിക്കണ്ട. നീ ഓടി ഒളിക്കുന്ന സാധനം ഓടി കിടക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അമ്മോ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആഹാ, ദൈവന്മാര് വന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് സംഗതി എനിക്ക് മനസ്സിലായത്. എനിക്ക് സങ്കടമുണ്ട്. ആ, ഇതാ 1 ലക്ഷം രൂപ. ഇത് നീ കോടതി കെട്ടിവെച്ച് നീ നിന്റെ ആനയെ തിരിച്ചു പിടിക്കും. നന്ദിയുണ്ട് പറയതേട്ടാ. ആധാരം. ആധാരോ? എന്തിന്? തന്ന ഈ തുകയ്ക്കുള്ള ഈടായിട്ട്. എന്നെ കുറിച്ച് നീ എന്താ കരുതിയിരിക്കുന്നത്? ഞാൻ ഒരു മൂരാച്ചിയാണല്ലോ. കർത്താവിന് നിരക്കാത്ത ഒന്നും ഈ വറുതി ചെയ്യില്ല മോനെ. അന്യന്റെ കണ്ണീര് പിഴിഞ്ഞെടുത്ത് പനിനീരിൽ കുളിക്കുന്ന സ്വഭാവം വറുതിനില്ല. ഈ ആധാരം നീ തന്നെ വെച്ചു. പാടില്ല പറയതേട്ടാ. കരുണ കാണിക്കുന്നില്ല വേണ്ടപ്പെട്ടവര് പോലും. പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളായ നിങ്ങൾ മനസ്സ് കാണിക്കാൻ നിന്നാ നിങ്ങളുടെ കുടുംബം പട്ടിണിയാവും. ഇത് വാങ്ങാം. അതാണ് എന്റെ ശരി. വാങ്ങിച്ചോളൂ. ഇവിടെയും കൂടെ. സാറേ, 20 കൊല്ലം ഈ ആന അതിന്റെ ഉടമസ്ഥന് വേണ്ടി കാശുണ്ടാക്കി. അവസാനം അവനൊന്ന് വീണപ്പോ വിഷം കുത്തിവെച്ച് അവരവനെ കൊല്ലാനാ നോക്കിയത്. അതറിഞ്ഞ ആനയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പരക്കം പാഞ്ഞപ്പോ ഒന്നും നോക്കാതെ മുന്നോട്ട് വന്നതാണ് സാറേ എന്റെ പ്രസാദ്. ഞാൻ പറയട്ടെ, അതിന്റെ പേരിൽ അവൻ വീട്ടിൽ നിന്ന് ഇപ്പൊ പുറത്താ. അവന് ഉപദ്രവിച്ച ദൈവം പോലും പൊറുക്കില്ല സാറേ. സാറിന് യഥാർത്ഥ പ്രതികളെ കാണണമെങ്കിൽ ചെല്ലി അനിരുദ്ധന്റെ ആനപ്പന്തിലേക്ക്. അവിടെ കാണാൻ യഥാർത്ഥ പീഡനം. ആനത്തം കാണിക്കേണ്ട അങ്ങനെയാണ് സാറേ, അല്ലാതെ ഞങ്ങളെ പോലെ പാവങ്ങൾ ഉപദ്രവിച്ചിട്ടല്ല. പപ്പേറ്റിനോട് വരാനില്ല പറഞ്ഞത്. എവിടെയോ പിഴവ് പറ്റിയിട്ടുണ്ട്. ജോസഫ് സാർ, ജീപ്പ് എടുക്ക. എന്താ സാർ ഇവിടെ? ഒന്നുമില്ല, വെറുതെ ഒരു കോമഡി കാണിക്കാൻ വന്ന. എന്താ ബുദ്ധിമുട്ടായോ? നോ വിത്ത് പ്രഷർ. കമാൺ. എന്താടോ ഇത്? ആനപ്പിണ്ടം. അതല്ല, ഈ കാലിലുള്ളത് എന്താണ്? നഖം മുറിച്ചപ്പോ നെയിൽ കട്ടർ കൊണ്ടതാ. അത് വെറും മുറിവല്ല, ചട്ടവ്രണം. ആനകളെ അമിതമായി ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൂത്രം. ഉണങ്ങാൻ അനുവദിക്കാതെ ദേഹത്ത് മനഃപൂർവ്വം സൂക്ഷിക്കുന്ന മുറിവ്. ഇനി മതയാനയാണെങ്കിലും ശരി, ഈ മുറിവിലൊന്ന് വിരൽ ഞൊടിച്ചാ മതി, അവൻ കൊമ്പൂത്തി നിലത്തിരിക്കും. ചട്ടവർണ്ണം ഉണങ്ങാതെ സൂക്ഷിക്കുന്ന നിയമവിരുദ്ധമാണ്. ഈ ഒറ്റ കാരണം മതി തന്റെ മുതലാളിയുടെ പേരിൽ ക്രിമിനൽ കുറ്റം ചുമത്താൻ. അറിയാമോ മിസ്റ്റർ എന്താ? മിസ്റ്റർ തറേ, നിങ്ങളുടെ ശത്രുവിനെ ദ്രോഹിക്കാൻ എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ചപ്പോ നിങ്ങൾ ഓർത്തില്ല.
എന്റെ പേര് മിന്നൽ എന്നാണെന്ന്. ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. അതെ സാർ, എല്ലാം മറക്കണം, വേണ്ടതുപോലെ കണ്ടോളാം. കൈക്കൂലി. മിസ്റ്റർ, ഞാൻ പരീക്ഷ പാസ്സായത് കോഡ് കൊടുത്ത് മാർക്ക് തിരുത്തിയല്ല, മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച. അതുകൊണ്ട് കൈക്കൂലി എന്ന് കേട്ടാൽ എന്റെ കണ്ണ് മഞ്ഞളിക്കില്ല. തന്നെ എന്റെ മുതലാളി ഞാൻ അഴി എണ്ണിക്കാം. താൻ കോപ്പ് കാണിക്കും. തനിക്ക് എന്നെ അറിയില്ല. രാഷ്ട്രീയത്തിലെ എന്റെ ഹോൾഡ് അറിയോ? ഞാൻ വിചാരിച്ചോണ്ടല്ലോ. സ്ഥലം മാറ്റം എന്നായിരിക്കും. അതിനും തനിക്ക് എന്നെ തോപ്പിക്കാനാവില്ല. സ്ഥലം മാറ്റാൻ പോകുന്നത് അട്ടപ്പാടിയിലോട്ടോ മുത്തങ്ങയിലോട്ടോ ഒക്കെ ആയിരിക്കുമല്ലോ. അവിടേക്ക് ഒരു ട്രാൻസ്ഫറിനെ കൊതിച്ചിരിക്കുക. കാരണം ഞാനൊരു പ്രകൃതി സ്നേഹിയാണ്. നിന്നെ അങ്ങ് കൊന്നുകളഞ്ഞാലോ? സാരമില്ല, തിരിച്ചു വരാമെന്ന് വാക്ക് കൊടുത്തിട്ടല്ല ഞാൻ ബീവി ഖദീജയോട് യാത്ര പറഞ്ഞു പോരാറ്. യു ഗോട്ട് മീ. ജോസഫേ, ജന്തുദ്രോഹ നിയമത്തിലെ സകല വകുപ്പും ചേർത്ത് ഇയാൾക്കെതിരെ FIR തയ്യാറാക്കാം. ഓക്കെ സാർ. മിസ്റ്റർ അനിരുദ്ധൻ, ഇനി ഇതിന്റെ പേര് നിങ്ങൾ എന്നെ ഡിസ്മിസ് ചെയ്യിച്ചാലും നോ പ്രോബ്ലം. എന്റെ കെട്ടിയോള് ഖദീജയുടെ പേരിൽ കാഞ്ഞിരപ്പള്ളി കുറച്ച് റബ്ബർ മരങ്ങളുണ്ട്. ഞാൻ ജീവിക്കും. അതങ്ങ് ചൊരത്തി. ഈ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാ. കൈ കിട്ടിയ ആധാരം പോയി ചൂടോടെ പണയം വെച്ചു 1 ലക്ഷം കണ്ടെത്താൻ. അർജുനെ മാത്രമേ പോർത്തുള്ളൂ. ഏട്ടനെങ്ങനെ അറിഞ്ഞ തീർന്നു. ഇല്ല ഇല്ല. പക്ഷേ ഗൗരിയുടെ വീട് ലേലം കൊള്ളേണ്ട കാര്യ. 3 ലക്ഷമെങ്കിലും കണ്ടെത്തണ്ടേ. ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ ഡേബോളി കാലമാറുന്ന ഇതിനൊക്കെ കാരണം അവന്റെ തലയിൽ ഇടുത്തി വീഴും. കേട്ടു, സാരമില്ല. ചമ്മി എനിക്ക് നല്ല ശീലമാണെന്ന് എന്റെ ബീവി ഖദീജ പറയാറുണ്ട്. എന്താ സാറേ ഈ വഴിക്ക്? പേടിക്കണ്ട, ഞാനിപ്പോ മിന്നൽ ബാബു അല്ല, വെറും ബാബുവാ. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ നിങ്ങളെ ദ്രോഹിച്ചത്. പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. ഒരു ഉഗ്രൻ ചാർജ് ഷീറ്റ് അനുരുദ്ധനെ നൽകിയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും എന്നോട് ക്ഷമിച്ചിട്ട്. അല്ല, ഞങ്ങളതിന് തന്നെയും തന്റെ ആനപ്രേമത്തെയും കുറിച്ചുള്ള കഥകൾ ഞാൻ നിമിഷം പ്രതി കേൾക്കാൻ. ഡയബോളിക് മനുഷ്യനടക്കം എന്തിനേയും കൊന്നു തിന്നാനും വിറ്റ് തൊലയ്ക്കാനും മത്സരിക്കുന്ന ഈ ലോകത്ത് താൻ വേറിട്ടൊരു ശബ്ദമാണ്. ശരി, എന്റെ ആവശ്യം വരികയാണെങ്കിൽ ഒരിക്കലും വിളിക്കാൻ മടിക്കരുത്. അന്ന് വന്ന സാറ് തന്നെയാണ് ഈ സാറ്. സർവീസിൽ ഞാൻ മിന്നൽ ബാബുവാണ്. നല്ലവർക്ക് ആ മിന്നൽ വൈദ്യുതിയാക്കി ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് ഷോക്കും. വരട്ടെ. അർജുനൻ എടുക്കണ ഉറപ്പാ. ദേ, എന്റെ നാക്ക് കരുതാക്ക. എന്റെ ബീവി ഖദീജ എപ്പോഴും പറയാറുണ്ട്. എന്തൊരു നല്ല മനുഷ്യനല്ലേ. പനഞ്ചക്ര പോലത്തെ മനുഷ്യൻ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയൊരു പ്രശ്നം മിന്നിപ്പോയതാ. എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. മുള്ളൂർക്കരയിൽ ഒരു ഡാൻസ് സ്കൂളിലാ. അതിനടുത്ത് തന്നെ ചെറിയൊരു വീടും വാടകയ്ക്ക് എടുത്തു. ഞാനും അമ്മയും അങ്ങോട്ടേക്ക് മാറിയല്ലെന്ന് ആലോചിക്കാം. ഇത്ര ധൃതി വെച്ച് മാറുമല്ലേ നല്ലത്. ഗൗരിയുടെ ഇഷ്ടം പറയാൻ ഞാൻ ആരുമില്ലല്ലോ. പ്രസാദേ, ഞാൻ കേട്ടത് ശരിയാണോടാ? ആധാരം നീ പണയം വെച്ചോ? ഏട്ടാ, ഞാൻ പണയം വെച്ചോന്ന്. എന്ത് ഭാവിച്ചാ നീ? എന്തിനുള്ള പുറപ്പാടാ? എല്ലാം മുടിച്ച് അടങ്ങുമെന്നാണോ? അത് ഒരു വാക്ക് ചോദിച്ചോ നീ? എടാ, ഏട്ടൻ ദൈവമാണെന്ന് വാക്കി പോരാ, കർമ്മത്തിലും വേണം. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. ഞാനിപ്പോഴും ഒരു കൊച്ചു കുട്ടിയായിരുന്ന ഏട്ടന്റെ മനസ്സിൽ. അവരെയല്ലേ തല്ലുകയും ശാസിക്കുകയൊക്കെ ചെയ്യാൻ പറ്റൂ. കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി. ഇതാനവാല. ഞാൻ നാളെ വീട്ടിലേക്ക് പോവാ. ഇനി എന്റെ കുഞ്ഞുണ്ണി എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലോ? എന്തേ കുഞ്ഞുണ്ണി? പപ്പേട്ട, ഈ ഒരു അവസ്ഥയില് പപ്പേട്ടനും കൂടി എന്നെ വിട്ടു പോയാ? അറിയാനിട്ടല്ല, പക്ഷെ കഴിയണില്ല. അടുപ്പിൽ തീ കായണ്ടേ? 2 പെൺമക്കളാണ് എനിക്ക്. അവറ്റകളെ ഊട്ടണ്ടേ? ഇത്രയും നാള് കാത്ത് ഒന്ന് എഴുന്നേറ്റാ മതിയായിരുന്നു. പക്ഷേ ബ്രോക്കർ കൃഷ്ണേട്ടനെ അങ്ങാടിൽ വെച്ച് കണ്ടപ്പോഴാ കാര്യം പറഞ്ഞത്. എന്നോടൊന്ന് വീട് വരെ ചെല്ലാൻ, അല്ലെങ്കിൽ കുറച്ച് വിഷം വാങ്ങിച്ച് കൊടുത്തേക്കാൻ. ഈ കാരക്കോല് ഭഗവാന് സമർപ്പിച്ച് നാളെ ഞാൻ മടങ്ങും. മറ്റൊരു ആനക്കും പാപ്പാമണി വയ്യ. വേറെന്തെങ്കിലും പണി നോക്കണം. സാരമില്ല പപ്പേട്ട, എനിക്ക് മനസ്സിലാവും പപ്പേട്ടന്റെ സങ്കടം. മക്കളെ നോക്കണം, കുടുംബം നോക്കണം. ആർക്കും വേണ്ടാത്ത എനിക്ക് വേണ്ടി.
നിന്റെ കാശിരിപ്പുണ്ടോ? ഇന്ന് നന്നായിട്ടൊന്ന് കഴിക്കണം, അല്ലാതെ ഉറങ്ങാൻ കഴിയില്ല എനിക്ക്. ഞാനും വരാൻ പപ്പേട്ട. ഇന്ന് എനിക്കും കഴിക്കണം. നമുക്ക് ഒരുമിച്ച് കഴിച്ച് എല്ലാം നമുക്ക് അങ്ങോട്ട് മറക്കാം. നിനക്കറിയോ, എന്റെ അർജുനന് 5 വയസ്സുള്ളപ്പോ ഒപ്പം കൂടിയതാ. എന്റെ മോനെ പോലെ ഞാൻ അവനെ സ്നേഹിച്ചു. ഇപ്പൊ പിരിഞ്ഞു പോകുമ്പോ നീറാ നെഞ്ചിന്. അതെ, രണ്ടുകൂടി. മതായി ചേട്ടന്റെ ഷാപ്പിൽ ആനമൈക്ക് കഴിച്ചാൽ ഇതെല്ലാം ഇല്ല അപ്പുറവും തോന്നുന്നു. ഞാൻ കരുതൂല സ്വപ്നം. അർജുന് അത് സ്വപ്നോടാ. അതെ, ഞാനെങ്ങനെ? നീയുണ്ട് സ്വപ്നത്തില്, അതുകൊണ്ട് തോന്നുന്ന. അല്ല പപ്പേട്ട, ഇത് സത്യ. നോക്ക്, ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല. പറ്റിറങ്ങിയാൽ എന്തെങ്കിലും പറയാൻ പറ്റും. നമുക്ക് പറ്റിറക്കാം. പറക്കാം. ആ നോക്കി, നോക്കി. അർജുനൻ, നമ്മുടെ അർജുനൻ. എന്താ വെടിവെച്ചാൻ പോവില്ല. മുതലാളി, മുതലാളി, മുതലാളി അറിഞ്ഞില്ലേ? അർജുനന്റെ രോഗമൊക്കെ മാറി. അവനിപ്പോ പണ്ടത്തെക്കാൾ ഉഷാറായി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നാട്ടിലൊക്കെ ഇതാ സംസാരം. ഇത്തവണ തെക്കേക്കരക്കാർക്ക് വേണ്ടി ചിലപ്പോ അവൻ ഇറങ്ങും. അതോടെ മുതലാളിയുടെ കാര്യം ഗോപി. ഇത് പറയാനാണ് നീ ഓടിപ്പിടിച്ചു വന്നത്? എന്റെ അമ്മയാണ് സത്യം, ഞാൻ ഓട്ടോ പിടിച്ചാ വന്നത്. ഈ അടി ശരിക്കും കിട്ടി. കഴിഞ്ഞ വർഷം ഉത്സവത്തിന് അർജുനെ നമ്മൾ എഴുന്നള്ളിച്ചപ്പോ 3 ലക്ഷം രൂപയാണ് ഏക്കം കൊടുത്തത്. അതേ സംഖ്യ തന്നെ ഏക്കം കൊടുത്ത് ആനപ്രേമി കൃഷ്ണപ്രസാദിന്റെ ആന അർജുനെ തന്നെ ഇത്തവണയും തെക്കേക്കരക്കാരുടെ കൊമ്പനായിട്ട് അങ്ങോട്ട് തീരുമാനിക്കാം. എന്താ രാമനാരെ ഒട്ടക്ക് പറയാന്ന് വിചാരിക്കരുത്, എനിക്ക് യോജിപ്പില്ല. അതെന്താന്ന് പറയൂ. അർജുനൻ കേമനായിരുന്നു, അതൊക്കെ പണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ എന്ന് ആർക്കാ അറിയാ? നട്ടലിനെ ക്ഷതേറ്റേക്കണം. തലപ്പൊക്കം ഉണ്ടോ തന്നെ അറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ബൽറാമിനേക്കാ ഉയർന്നു നിൽക്കട്ടെ. ഉറപ്പുണ്ടോ ചൂതാട്ടാവും? അതിന്റെ സൂക്കേടൊക്കെ മാറിയില്ലേ? അതൊക്കെ വാക്കിലല്ലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് വരെ എന്തുകൊണ്ട് വേറൊരു ഉത്സവത്തിന് പോയില്ല? അതിനുള്ള കാരണവും അവൻ പറഞ്ഞില്ലേ. അർജുനെ ആദ്യമായിട്ട് എഴുന്നള്ളിപ്പിക്കുന്നത് നമ്മുടെ ഉത്സവത്തിനാവണമെന്ന് അവന് നിർബന്ധമായിരുന്നു. അത് വെറും പറച്ചിലല്ലേ? അതെ, നടേശം പറഞ്ഞതിലും കാര്യമില്ലാതില്ല രാമൻ നായരെ. എനിക്ക് രാമൻ നായരോട് യോജിപ്പാ. ഈ പ്രശ്നം ഭൂരിപക്ഷത്തിന് വിടാം. ഭൂരിപക്ഷം സമ്മതിക്കായിരിക്കും, പക്ഷെ തടമ്പ് നഷ്ടപ്പെട്ട ബാധ്യത രാമനാർക്കാ. അത് മറക്കണ്ട. ഇവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇയാളെ. രാമേട്ടാ, എന്തായി? എന്റെ ഒരാളുടെ ഉറപ്പില കമ്മിറ്റിക്കാർ സമ്മതിച്ചിരിക്കുന്നു. ഈശ്വര, എന്നെ ചതിക്കരുത്. അതെ, തെടമ്പ് നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ചാവുക നല്ലത്. ഇല്ല രാമേട്ടാ, ഞാൻ തരുന്ന വാക്ക. തെക്കേക്കരക്കാരുടെ ഗജവീരനായിട്ട് എന്റെ അർജുൻ ഇറങ്ങുകയും ചെയ്യും, തെടമ്പ് വാങ്ങുകയും ചെയ്യും. പോരെ? പിന്നെ
കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഉത്സവത്തലേന്ന് ആനകളെ അളക്കാനാണ് തീരുമാനം. രാവിലെ നട അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം. അടച്ചു കഴിഞ്ഞാൽ പിന്നെ അളക്കാൻ പാടില്ല എന്ന ക്ഷേത്രാചാരം അറിയാലോ? അറിയാം. എന്താണ് ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഈ മുറ്റത്ത് കാലുകുത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? കാലുകുത്തിയത് ഞാനല്ലല്ലോ, പുളിക്കത്തറ എന്റെ ആനയല്ലേ. അർജുനടാ പട്ടിയുടെ മോനെ, കാലുമടക്കുന്നതിന്റെ മോന്തക്കുറ്റിക്കൂടെ തന്നാലുണ്ടടാ. മുതലാളി അറിഞ്ഞില്ലേ വിശേഷം? തെക്കേക്കരക്കാർക്ക് വേണ്ടി തടമ്പേറ്റാൻ അർജുനൻ ഇറങ്ങുന്നു. നീ ഇല്ലാതാക്കാൻ നോക്കിയ ഇവൻ എന്നെ ദ്രോഹിച്ചതിന് പകരം ചോദിക്കാൻ ദൈവം തന്ന അവസരമാണിത്. ഇത്രയും നാളും വീർപ്പ് മുട്ടി കഴിയായിരുന്നു ഞാൻ. ഈ നാട്ടുകാർക്ക് മുമ്പിൽ വെച്ച് നീ തോൽക്കുന്നതിൽ പരം കുറച്ചിലുണ്ടോ? നീ നാറി പുളിക്കും. ഞെളിയാൻ വരട്ടെ, ആദ്യം ചെയ്ത് കാണിക്ക്. എന്നെ അറിയാവുള്ളൂ നിനക്ക്. ഒരാന കേറിയാ പോരാ, പലയാന കയറണം. പലയാന കേറിയാ പോരാ, കൊലയാന കയറണം. അതാണ് പ്രമാണം. നമുക്ക് കാണാം. അർജുന, അവൻ ജയിക്കരുത്. ജയിച്ച അത് അനിരുദ്ധന്റെ മരണമാണ്. അവൻ ജയിക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്നാലും അവനാള് മിടുക്കണോ? വലിയ മിടുക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആ നേരിട്ട് വന്നൊന്ന് കാണണമെന്ന് ഗൗരി പലവട്ടം പറയണു. എവിടെ ആകെ തിരക്കും ബഹളവും. അർജുനൊന്ന് നേരെ നിന്നപ്പോഴാ സത്യം പറഞ്ഞ ഞാനും ഒന്ന് നേരെ നിന്നത്. നേരെ നിന്നപ്പോഴോ നിന്ന് തിരിയാണ്ട് സമയമില്ലാണ്ടായി. എന്താണാവോ? വീടിന്റെ കാര്യം. ഓ, ഞാൻ തന്ന വാക്കല്ലേ. സൊസൈറ്റി ബാങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ലേലം നടക്കും. എന്ത് വില കൊടുത്താലും ശരി, നിങ്ങളുടെ വീട് തന്നെ ലേലത്തിൽ പിടിച്ച് ഞാൻ എന്റെ വാക്ക് നിറവേറ്റിരിക്കും. പോരെ? അറിയാം. എന്നാലും ഇങ്ങനെ ചോദിച്ചു ബുദ്ധിമുട്ടിക്കാൻ ഒരു കാരണം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഒരാലോചന വന്നിരിക്കണു ഇവൾക്ക്. അകന്ന ഒരു ബന്ധത്തിൽ നിന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് വന്നതാ. ജാതകം നോക്കിച്ചപ്പോ ചേരുകയും ചെയ്തു. നന്നായി, നല്ല കാര്യല്ലേ, നടക്കട്ടെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. വീടിന്റെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ജപ്തി ആയത് മറ്റൊരാൾക്ക് വേണ്ടി ആവുമ്പോ ചോദ്യങ്ങൾ വരുമല്ലോ. അത് അവർക്കൊരു കുറച്ചിലല്ലേ. വീട് സ്വന്തമായാലേ നിശ്ചയം നടക്കൂ. കാത്തിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടി വിചാരിച്ച കഴിയും. നിങ്ങളുടെ സ്വന്തം വീട് തന്നെ ഞാൻ വാങ്ങിത്തരും. കല്യാണം നടക്കുകയും ചെയ്യും. ഇങ്ങനൊരു കല്യാണക്കാര്യം എന്നോട് പറഞ്ഞില്ല. സസ്പെൻസ് ആക്കി വെച്ചു അല്ലേ? സാരമില്ല, ഗൗരിക്ക് നല്ലതേ വരും. ഇയാളെ ഒളിച്ചു നിൽക്കാണ്ട് കാര്യം എന്താന്ന് വെച്ചാ പറയടോ. ഞാനെന്ത് പറയാനാ? തന്നോടല്ല, എന്താന്ന് വെച്ചാ പറയടോ. രാമേട്ടാ, ഒന്നുകൂടി എന്നെ സഹായിക്കണം. തിടമ്പ് ഞാൻ വാങ്ങിത്തരും, അതെന്റെ വാക്കാ. ഗൗരിയുടെ വീട് ലേലത്തിൽ വാങ്ങിക്കൊടുക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നതാ. ലേലം മറ്റന്നാളാ. എന്റെ ഭാഗാധാരം പണയപ്പെടുത്തി ഇതൊക്കെ നിഷ്പ്രയാസം എനിക്ക് മേടിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. എന്നാ പിന്നെ അങ്ങനെ ചെയ്താ പോരെ? പക്ഷെ അത് കോടതിയിൽ കെട്ടിവെക്കാൻ വേണ്ടി രാമേട്ടൻ വിചാരിച്ചാലേ നീ എന്നെ സഹായിക്കാൻ പറ്റൂ. എങ്ങനെ? തിടമ്പ് വാങ്ങിത്തന്ന ഏക്കായിട്ടൊരു സംഖ്യ തരാന്ന് പറഞ്ഞിരുന്നില്ലേ? അത് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ തിടമ്പ് ഞാൻ വാങ്ങിത്തരും, ഉറപ്പാ. അതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല, അറിയാലോ. ദേവസ്വത്തിന്റെ പണം കമ്മിറ്റിക്കാരായിട്ടൊന്ന് ആലോചിക്കട്ടെ. താൻ വിഷമിക്കാതിരിക്കടോ. രാമനാർക്കുന്ന വട്ടായോ ഇത് എന്ത് ഭാവിച്ചാ? തിടമ്പ് വാങ്ങി തരുക തന്നെ നിശ്ചല്ല. അതും പോരാഞ്ഞ ഏക്കസംഖ്യ മുഴുവൻ മുൻകൂർ നൽകാന്ന് വെച്ചാ? ഉറപ്പുള്ള കാര്യമാണെങ്കിൽ ഏക്കാവൂ, അല്ലെങ്കിൽ അബദ്ധാവൂ. രാമനായരെ, ഈ കാര്യത്തില് ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസം. പണം ഉണ്ടാക്കാൻ വേണ്ടി സൂക്കടിൽ ആനയും കാണിച്ച് നമ്മൾ ദേശക്കാരെ മുഴുവൻ വിഡ്ഢികളാക്കല്ലേ എന്ന് പോലും സംശയമുണ്ട്. ഇക്കണക്കിന് അളക്കലിന് അവൻ എത്തുമോ തന്നെ സംശയം. എഴുതാപ്പുറം വായിക്കില്ല എന്റെ നടേശ. കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നു, അവൻ നമ്മളോട് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. ശരി, രാമനായർക്ക് അത്ര വിശ്വാസം വെച്ചാൽ പണം കൊടുത്തോളൂ. പക്ഷെ ഒന്നുണ്ട്, തെക്കേക്കരക്കാർക്ക് തിടമ്പ് നഷ്ടപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം രാമനായർക്കാ. അത് മറക്കണ്ട. അതന്നെ. പണത്തിന്റെ കാര്യം ഓക്കെ ആയി.
പക്ഷെ കമ്മിറ്റിക്കാർക്ക് മുഴുവൻ എതിർപ്പാ. എന്നിട്ടും ഞാൻ പണം വാങ്ങി തരുന്നത് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാ. അത് തെറ്റിക്കരുത് നീ. ഇല്ല രാമേട്ട, എന്നെ വിശ്വസിക്കാം, സ്വന്തം മോനെ പോലെ. 2,75,000. 2,75,000. 2,75,000. 2,75,000. 3 ലക്ഷം. 3 ലക്ഷം. 3 ലക്ഷം. 3,25,000. 3,25,000. 3,25,000. 3,25,000. ലേലം ഉറപ്പിക്കാൻ പോവാണ്. ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? ലേലം ഉറപ്പിക്കാൻ പോവാ. 3,25,000 ഒരു തരം. 3,25,000 രണ്ട് തരം. 3,50,000. 3,50,000. 3,50,000. ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? 3,50,000. 3,50,000 ഒരു തരം. 3,50,000 രണ്ട് തരം. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 3,50,000 മൂന്ന് തരം. എനിക്കുണ്ടല്ലോ ആർക്കും വേണ്ടാത്ത കുറച്ച് സ്ഥലം. അതിന്റെ ആധാരം പണയം വെച്ച് പണം വാങ്ങി. കൂടപ്പിറപ്പുകളിൽ നീ മാത്രം ഇന്നുവരെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. നിനക്കായിട്ടൊന്നും തരാനും കഴിഞ്ഞിട്ടില്ല. ഇത് ഈ ഏട്ടന്റെ ഒരു ചെറിയ സമ്മാനാണെന്ന് കരുതിയാ മതി. ആ ചെന്ന് ആധാരം മടക്കി വാങ്ങി ഗൗരിക്ക് കൊടുക്ക്. എന്തിനാ ലേലം വിട്ടുകൊടുത്തേ? താൻ എന്തിനെങ്ങനെ ചിരിക്കുന്നേ? പരമണ്ടന്മാര് 3.5 ലക്ഷം രൂപയ്ക്ക് ആരെങ്കിലും ആ വീട് വാങ്ങിക്കുവോ? ആ നീ പത്തായപ്പുരയിലേക്ക് ഉടനെ താമസം മാറ്റണം. തെരുവോരത്തൊരു അനാഥനെ പോലെ ഇങ്ങനെ കഴിയണത് കാണുമ്പോ വലിയ സങ്കട. എന്ത് വില കൊടുത്തു ആ വീട് ലേലത്തിൽ പിടിക്കണമെന്ന് പറഞ്ഞല്ലേ അനിരുദ്ധ മുതലാളി നമ്മൾ എങ്ങോട്ട് അയച്ചത്? എന്ന് കരുതി മുതലാളിക്ക് നഷ്ടം വരുത്താതിരിക്കാനുള്ള കടമ നമുക്കില്ലേ? എന്തുണ്ടാ വീട്ടില്? കുറെ കല്ലുകളും കുറെ കഴുക്കോല് കഷ്ണങ്ങളും. അതെ, എന്റെ ഈ ബുദ്ധി വൈഭവം മുതലാളി അറിയുമ്പോഴേ പൂവമ്പഴ ഉലിക്കണ പോലെ എന്നെ ഉലിച്ചങ്ങ് വിഴുങ്ങും. മരക്കഴുതേ, കല്ലും കഴുക്കോല് കഷ്ണങ്ങളും ഒക്കെ തനിക്ക്. പക്ഷേ എനിക്കത് ചോര മണക്കുന്ന പ്രതികാരങ്ങളാ. ഒക്കെ കളഞ്ഞു കുളിച്ച് വന്നിരിക്കുന്നു. ഉളുപ്പില്ലയോടോ തനിക്ക്? വീണ്ടും വീണ്ടും അവ എന്നെ തോൽപ്പിക്കുന്നു. പക്ഷേ അന്തിമ വിജയം എനിക്കാടോ, എനിക്ക് മാത്രം. നാളത്തെ തലപൊക്ക മത്സരത്തിൽ അവന്റെ ആന ഇറങ്ങരുത്, ഇറക്കരുത്. എനിക്ക് ജയിക്കണം, ജയിച്ചേ തീരൂ. ഞാനൊരു സൂത്രം പറയട്ടെ, ജയിക്കാൻ ഇറങ്ങി പോടോ. ഓട്ടോ പപ്പേട്ടാ, ദൈവം പല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു പറയുന്നത് എത്ര ശരിയാണ്. ഇന്ന് ഞാൻ ആ ദൈവത്തെ കണ്ടു. എന്റെ ഏട്ടന്റെ ഗൗരിയുടെ വീടിന്റെ ആധാരം എനിക്ക് വാങ്ങിത്തന്നത് എന്റെ ഏട്ടനാ പപ്പേട്ട. എന്നെ തോപ്പിച്ചു കളഞ്ഞു. ഏതായാലും ഗൗരിക്ക് സന്തോഷമായി. പക്ഷെ എന്റെ സന്തോഷം പോയി. വീട് തിരിച്ചിട്ട് അവളുടെ കല്യാണം നടക്കില്ലേ, അത് മുടങ്ങണമായിരുന്നു. പപ്പേട്ടൻ എന്താ ഭ്രാന്തുണ്ടോ? നിനക്ക് ആത്മാർത്ഥോട് പറയാൻ പറ്റുമോ ഗൗരി നിനക്ക് ആരുമില്ലെന്ന്? ഓ അത് കഴിയും. നാവുണ്ട്, മനസ്സുകൊണ്ട് പറ്റുമോ? പപ്പേട്ടാ പ്രസാദേ, എന്നെ വിളിക്കരുത്. കഴിയില്ല നിനക്ക്. ഗൗരി നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോ അറിയാതെ വെന്തുരുകിയ നിന്റെ മനസ്സിനെ ഞാൻ കണ്ടു. ഗൗരി ഇല്ലാതെ നിനക്ക് കഴിയൂ? ഒക്കെ ഓരോ വിഡിത്തങ്ങളാ പപ്പേട്ടാ. അവളുടെ മുമ്പിൽ നല്ലൊരു ജീവിതം ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ വെറുതെ ഓരോന്ന് തിരിച്ചെടുക്കാൻ മറ്റെന്തും, പണം, ഭൂമി, പദവി. പക്ഷെ സ്നേഹിക്കുന്നൊരു മനസ്സ് കഴിയില്ല പ്രസാദ് ഒരിക്കലും. ഒരു വാക്കിന്റെ പേരിൽ അത് നഷ്ടപ്പെടുത്തരുത്. ആ ചെല്ല്, ചെന്ന് അവളുടെ മനസ്സ് തുറന്ന് പറയേ. ചെല്ലടാ. ഈ ഞാനാ പറയണേ, ചെല്ല്. മായേ മനം കനിന്തരുൾ പുരിവായേ മധുரை മലർ മീനാക്ഷി മായേ മനം കനിന്തരുൾ. നിങ്ങൾ തുടർന്നോളൂ. എന്താ പ്രസാദേട്ടാ? വീടിന്റെ ആധാരം ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു. ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയ വീട് ഞാനായിട്ട് തന്നെ തിരിച്ചു തരിക. ഗൗരിയുടെ കല്യാണമൊക്കെ മംഗളായിട്ട് നടക്കട്ടെ. വാങ്ങിച്ചോളൂ. ഗൗരി, ആധാരം തിരിച്ചു കിട്ടിയതിനെ കരയുക ചെയ്യാ, സന്തോഷിക്കല്ലേ വേണ്ടത്? അറിയില്ല, എനിക്കറിയില്ല. ഗൗരി, ആരെങ്കിലൊക്കെ കണ്ട ഗൗരി, പപ്പേട്ടൻ പറയായിരുന്നേ, ചോദിക്കാതെ വിഴുങ്ങുന്നൊരു വാക്കിന്റെ പേരില് ജീവിതം ഒരിക്കലും നശിപ്പിച്ചു കളയരുതെന്ന്. ഈ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഞാനെപ്പോഴോ ചോദിക്കാൻ മറന്നുപോയ വാക്ക്
തെറ്റാണോന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിക്കുക, ഈ 2 തലത്തിലുള്ള നമ്മുടെ ഈ യാത്ര ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ഇനി അങ്ങോട്ട് ഒന്നിച്ച് കണ്ടില്ലേ, തെക്കേക്കരക്കാരുടെ നോട്ടീസാ. ദേശക്കാരുടെ ഗജവീരൻ ആനപ്രേമി കൃഷ്ണപ്രസാദിന്റെ ആന അർജുനൻ. ലക്ഷങ്ങൾ കൊടുത്ത് ആനയെ വാങ്ങിയവൻ ഔട്ട്, വെറുതെ കിട്ടിയവൻ ഉടമസ്ഥൻ. കഷ്ടം. ആനയെ നഷ്ടപ്പെടുന്നത് പോട്ടെ, ഉടമസ്ഥൻ പോലും അറിയാതെ ആനയെ എഴുന്നള്ളിക്കാൻ നൽകാന്ന് വെച്ചാല് രൂപ 3 ലക്ഷമാവും വാങ്ങിയത്. രമേശ മുതലാളി മണ്ടനായ കഥ ഈ നാട്ടിൽ മുഴുവൻ പാട്ടാ. ഞാൻ എന്താ ചെയ്യാ, വാക്ക് പറഞ്ഞു പോയില്ലേ? പോയി തൊലയാൻ പറ. വാക്ക് എടോ, രോഗം മാറ്റിയെന്ന് കരുതി ഡോക്ടറുടെ ആവൂ രോഗി. തന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. ഒരു ആന ഉടമയുടെ ദുഃഖം എനിക്കറിയാം. അവര് ലോട്ടറി അടിച്ചില്ലേതാ? ആ കാശിന് വിലയില്ലാത്തവന് ഉഗ്രനൊരു ആന. അവന്റെ ആന നാളെ ഇറങ്ങിയാൽ താൻ ചമ്മും. പിന്നെ നാട് വിടുക ഭേദം. നാളെ നടക്കുന്ന തലയെടുപ്പ് മത്സരത്തിൽ അവന്റെ ആന ഇറങ്ങരുത്. അങ്ങനെ താൻ തന്നെയാണ് ഉടമസ്ഥനെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. ഞാനുണ്ട് കൂടെ, ധൈര്യമായിട്ട് പോ. ഇന്ന് നടക്കുന്ന തലയെടുപ്പ് മത്സരത്തിൽ അർജുനൻ തിരമ്പേറ്റുന്നതോടെ നമ്മുടെ എല്ലാ കഷ്ടകാലങ്ങളും തീരും. നീ നോക്കിക്കോ. ഒന്ന് എടുത്ത് പിടിച്ചടാ. പ്രസാദേ, എന്റെ ആന ഇങ്ങോട്ട് തടാ. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്റെ ആന ഇങ്ങോട്ട് തരാൻ. രമേശേട്ടാ, എന്തായി പറയുന്നത്? നീ എന്താ പൊട്ടം കളിക്ക? അങ്ങനെ എന്നെ മണ്ടനാക്കിട്ട് നീ ഷൈൻ ചെയ്യണ്ട. പോയി അഴിക്കടാ. അയ്യോ വേണ്ട വേണ്ട, ആരെ അഴിക്കരുത് അഴിക്കരുത്. രമേശേട്ടാ, ചുമ്മാ ഓരോന്ന് കാണിച്ചു കൂട്ടരുത് പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. ഇന്നത്തെ ഒറ്റ ദിവസത്തേക്ക് എനിക്ക് എന്റെ അർജുനെ വിട്ടുതരണം. പിന്നെ പിന്നെ എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ. വേണ്ട, എനിക്കൊരു പുല്ലും കേൾക്കണ്ട. വാടാ. വേണ്ട വേണ്ട രമേശേട്ടാ, രമേശേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. രമേശേട്ടാ പ്ലീസ്. സമ്മതിക്കില്ല ഞാൻ. ഇത്രയും നാളെ നിങ്ങൾ എവിടെയായിരുന്നു? അവനെ കൊല്ലാൻ വരാൻ നോക്കിയവനല്ലേ നിങ്ങള്? അവനെ എല്ലാം നഷ്ടപ്പെടുത്തി സംരക്ഷിച്ചവനാ ഞാൻ. എനിക്ക് ഇന്നത്തെ ഒരു ദിവസം കൂടി അവനെ സംരക്ഷിക്കാനുള്ള അധികാരമുണ്ട്. നീ അത്രയ്ക്കായോ? എന്നാന്ന് കാണണല്ലോ. നായിന്റെ മോനെ, നീ എന്നെ തല്ലിയല്ലേ? വിടില്ല ഞാൻ. ഈ രമേശൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ആന ഇറങ്ങില്ല. ഇനി എനിക്കൊരു വാശിയ. വാടാ. സംഗതി കുഴപ്പമോ? അറിയാതെ സംഭവിച്ചു പോയി പപ്പേട്ട. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല? അവനെ പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി അടിന്റെ കടിയും കൊണ്ടുവന്നിരിക്കുന്നു. നോക്കി നിൽക്കാതെ പോയി കൊണ്ടുപോകണം അതിനെ. അവൻ തടയണമെന്ന് കാണണമല്ലോ. വടക്കേപ്പാട്ട് കൃഷ്ണപ്രസാദ് നിങ്ങളാണോ? അതെ സർ. ഈ ആനയെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഓർഡർ പ്ലീസ്. ഈ ആനയുടെ യഥാർത്ഥ ഉടമസ്ഥൻ നിങ്ങൾ ആണോന്നാ ചോദിച്ചത്? അല്ല സർ. ഈ ആനയുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണിത്. യഥാർത്ഥ ഉടമസ്ഥൻ മാമ്പള്ളി രമേശനാണ്. അയാളുടെ പരാതി പ്രകാരം ഞാൻ ഈ ആനയെ കസ്റ്റഡിയിൽ എടുക്കണം. പ്ലീസ്, ഇന്നത്തെ ഒറ്റ ദിവസത്തേക്ക് അഴിക്കണോ? നമ്മുടെ അർജുനൻ വന്നോട്ടല്ലേ? അവൻ സമയത്തിന് വരുന്നേ. നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ല്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് കുറച്ചു നേരത്തേക്ക് പിടിച്ചു നിൽക്ക്. അപ്പോഴേക്കും ഞങ്ങൾ എത്തും അർജുനുമായിട്ട്. ചെല്ല്. അതെ, അറിയാലോ, ഉച്ചപൂജ കഴിഞ്ഞ് നടക്കുന്നതിന്റെ മുമ്പ് അവിടെ എത്തണം. അതാ ക്ഷേത്രാചാരം. അല്ലെങ്കിൽ ജയ അവർക്കാവും, മറക്കണ്ട. വരും, ഉറപ്പ്. ഇല്ലെങ്കിൽ മരിച്ചു എന്ന് കണക്കാക്കിയാൽ മതി. വടക്കേക്കരക്കാരും പറ്റി നമ്മുടെ ആനെ കാണാനല്ലോ. പ്രസാദം എവിടെ പോയി കിടക്കുക? വരൂന്ന്. വേണ്ട, അവനെങ്ങോട്ട് വിടണ്ട. വേണ്ട. എനിക്ക് രമേശേട്ടൻ ഒന്ന് കാണണം. സാധിക്കില്ല സാർ, സാധിക്കില്ലെന്ന് പറഞ്ഞില്ല. പ്ലീസ് രമേശേട്ടാ, എനിക്ക് അർജുനെ വിട്ടു തരണം. പറ്റില്ലാന്ന് പറഞ്ഞില്ലേ? ആടി കേടാക്കാതെ പോകാൻ നോക്കണം. എനിക്ക് അർജുനെ കൊണ്ടുപോയേ പറ്റൂ. രമേശേട്ടാ, സാധിക്കില്ല. എനിക്കിനെ കൊണ്ടുപോകും. പിടിച്ച് പുറത്താക്കവനെ.
എന്താ പരിപാടി? സമയായി. എന്താ അത്ര വൈകണ? വരും തന്ത്രികൾ. എന്താ രാമനാരെ അവനെ കാണാനില്ലോ? അവസാനം ചതിവാവോ? അവൻ വാക്ക് പറഞ്ഞ വാക്കാ. അവൻ വരും. എന്താ തിരുമേനി പ്രസാദ് എവിടെ? അവൻ വരും, ഇപ്പൊ തന്നെ വരും. ആന അമ്പലത്തിൽ തൊഴിലിട്ട് വരാതിട്ട് നിൽക്കുക, സമാധാനമായിട്ട് ഇരിക്കുക. അയാള് വരാൻ്റെ എങ്ങനെയാ? അല്ല, തെക്കേക്കരക്കാർ ആനയ്ക്ക് പകരം രാമനാരാണോ എഴുന്നള്ളിക്കുന്നത്? ആനയെ കണ്ടില്ല. രാമനാര് സമാധാനമായിട്ട് ഇരിക്കുക, അയാൾ ആനയെ കൊണ്ടുവരും. അടയ്ക്കാറായി, കാണുന്നില്ലല്ലോ. അവൻ വരില്ലേ? അയാളെ എല്ലാരും കൂടെ ചേർത്ത് ഒത്തുകഴിഞ്ഞ ആന അതിന്റെ യഥാർത്ഥ ഉടമസ്ഥ കൊണ്ടുപോയി കഴിഞ്ഞു. കാത്തിന് കിട്ടിയ ആനയ്ക്ക് 3 ലക്ഷം രൂപ ഏക്കം കൊടുക്കുമ്പോ ഓർക്കണമായിരുന്നു. പോലീസ് കസ്റ്റഡിയിലാ. നിങ്ങൾ വണ്ടന്മാരുമായി ഈ കെട്ടത് ശരിയാണോടാ? പറയാനാ പറഞ്ഞേ. ഞാനാ പറയണേ, നിങ്ങൾ ബഹളം കൂട്ടാതിരിക്കുക, അല്പം കൂടി ക്ഷമിക്കുക. അവ ആനയായിട്ട് ഇപ്പൊ വരും. വൃത്തിയായില്ലേ രാമനാഥ്? അപ്പോഴേ പറഞ്ഞത് അവൻ ചതിക്കുന്നത്. അപ്പ കിട്ടില്ല. ഇപ്പൊ എന്താ? എങ്ങോട്ടാ? എന്താ കാര്യം? ചുമ്മാ വലിഞ്ഞേറി അങ്ങ് പോയാലോ? നിങ്ങൾക്കാരാ? Shut up. First salute, then talk. I'm SPC Inspector Babu Shahir. Sir. Now I want police help. Sir. Come on. അർജുനൻ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ആനയെ ഞാൻ കസ്റ്റഡിയിലെടുക്കും. അണ്ടർ ഡൗട്ട്ഫുൾ സർക്കംസ്റ്റൻസസ്. സംശയകരമെന്ന് തോന്നുന്ന ഏത് സാഹചര്യത്തിലും ഒരു അനിമലിനെ കസ്റ്റഡിയിലെടുക്കാൻ ഈ അനിമൽ ഇൻസ്പെക്ടർക്ക് അധികാരമില്ല. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കണം. പറ്റില്ല. നിങ്ങളെ പോലുള്ളവരെ സമ്മതിപ്പിക്കാനാണ് സർക്കാർ തൊപ്പിയും കാക്കിയും ശമ്പളവും കൊടുത്ത് പോലീസിനെ നിയമിച്ചിരിക്കുന്നത്. മനസ്സിലായോ മിസ്റ്റർ രമേശ്? ഒരു കാര്യം മനസ്സിലാക്കി. നിങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കുന്നത് പ്രസാദ് അല്ല, അനിരുദ്ധനാണ്. ഈ ജോസഫിനെ കൊണ്ട് പറയിപ്പിച്ച് നിങ്ങളുടെ ആനയെ വിഷം കൊടുത്ത് കൊല്ലിക്കാൻ ശ്രമിച്ചവനാണ് അവൻ. എന്തിനാണെന്നറിയോ? അവന്റെ ആനയേക്കാൾ തലയെടുപ്പുള്ള ഈ അർജുനൻ ഭൂമിയിൽ ഇല്ലാതിരിക്കാൻ. പുളിയിലക്ക ഉത്സവത്തിന് വന്നാൽ നിങ്ങളുടെ ഈ അർജുനൻ തിടമ്പേറ്റി ശ്രേഷ്ഠനായി നിൽക്കുന്ന കാഴ്ച കാണാം. അതല്ല മറിച്ച് എന്നെ ഉദ്യോഗത്തിൽ നിന്ന് തെറിപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ അത് ഈ ബാബു ഷാഹിദിന് കിളയ്ക്കാൻ ഒരു തൂമ്പയും ചൊരത്ത റബ്ബർ മരങ്ങൾ ഉണ്ടെങ്കിൽ ഒരുത്തനെ പേടിക്കണ്ടെന്ന എന്റെ ബീവി ഖദീജ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പ്രസാദ്, ഞാൻ നിന്റെ അർജുനെ വിട്ടു തന്നിരിക്കുന്നു. ചെല്ല്, ദേവസ്വത്തിൽ പോയി നെറ്റിപ്പട്ടം കടിച്ച് നീ അവനെ ക്ഷേത്രത്തിലെത്തിക്ക്. വേഗം. വല്ല കാര്യം അവന്റെ അന്നേ ഞാൻ പറഞ്ഞതാ ഈ വേണ്ടാത്തരത്തിന് നിൽക്കരുതെന്ന്. അവിടെ അടി തുടങ്ങിയിട്ടാ 3 ലക്ഷം രൂപയാണ് അവസം വന്നത്. അല്ല, അതിന് സമാധാനം പറഞ്ഞേ പറ്റും. പറയാണ്ട് തന്നെ ഇന്ന് വിടുന്ന പ്രശ്നമില്ല. അതാ ഇനി ദേവേന്ദ്ര നഷ്ടം മുത്തുപ്പണിക്കർ വിചാരിച്ചാലും അങ്ങനെ വിചാരിച്ചാലും ആന വരുന്ന പ്രശ്നമില്ല. മുത്തുപ്പണിക്കർക്ക് എന്താ രാമനേരി അങ്ങനെ ഒരു വൈകിട്ട്? ഞാനിപ്പോ എന്താ പറയാ? നിർത്ത. അയാളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നടയടക്കാൻ സമയമായി. തന്ത്രികളെ ചെന്നാട്ടെ. ബലരാമന് തിടമ്പ് കൊടുക്കും. ഇത്തിരി നേരം കൂടി ഉണ്ടല്ലോ നടയടക്കാൻ. ആരെ കാക്കാനാ? അവൻ വരില്ല. പോയി നിങ്ങൾ സന്തോഷിക്കാനും വരട്ടെ. അർജുനനെ ഞാൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുണ്ടല്ലോ സമയം. അതിനുള്ളിൽ അവനിവിടെ എത്തും. അതുവരെ തന്ത്രി കാക്കണം. നിങ്ങളും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അവ എത്തരുത്. നടയടയ്ക്ക് മുമ്പ് അവൻ വരാൻ പാടില്ല. എന്നാലും വേണ്ടി 5 മിനിറ്റ് ശ്രമിക്കൂ. നടയടയ്ക്കാൻ വരട്ടെ. അർജുൻ ഇപ്പൊ വരും. അതെ, ഇനി കാത്തിരിക്കുന്നത് അർത്ഥമില്ല. ഇതെല്ലാവരുടെ ചേർന്നുള്ള തട്ടിപ്പാ. ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇവര് പറയുന്നത് മാത്രം കേൾക്കാൻ തന്ത്രിയെ നടയടച്ചാട്ടെ.
നീ നമ്മുടെ മാനം കാത്തു. ആർക്കടാ അളക്കേണ്ടത്? അളക്കടാ, അളക്ക്. ഗുരുവായൂരപ്പനാണ് സത്യം, അളക്കേണ്ട കാര്യമില്ല. കണ്ടാൽ അറിയില്ലേ പെടം അർജുന്റെ തന്നെ. കണ്ടോടാ, എന്റെ അർജുനൻ തലപൊക്കി പിടിച്ചു നിൽക്കുന്ന കണ്ടോടാ. ഇതാടാ സിദ്ധാന്റെ ഇടി. പിടിച്ചോ. ഇതിൽ ഒരെണ്ണം അനിരുദ്ധ മുതലാളി കൊടുത്തോ, ബാക്കി പ്രസാദ് ചെയ്തോളും. ണ്ടല്ലോ ഈ വന്നിന്റെ ചവിട്ടി കേറി. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. വെറുതെ എന്നെ ഉപദ്രവിക്കാൻ വന്നുണ്ടല്ലോ. പോടാ. ചവിട്ടിപ്പോ കൊണ്ടേനെ. പ്രസാദേ, ഈ നിമിഷം മുതൽ അർജുനൻ നിന്റേത് മാത്ര. ഇനി അവരെ നോക്കാൻ നിനക്ക് മാത്രമേ യോഗ്യതയുള്ളൂ. ഇത് വെറും വാക്കല്ല. ഈ നിൽക്കുന്ന ദേശക്കാരെയും ഭഗവതിയെയും സാക്ഷി നിർത്തി ഞാൻ തരുന്ന വാക്കാ. ഇത് ഒരിക്കലും മാറില്ല. അർജുനൻ നീ എടുത്തോടാ. വേണ്ട രമേശേട്ടാ, അർഹിക്കാത്ത ഒന്നും എനിക്ക് വേണ്ട. ഞാൻ പൂവേ എങ്ങോട്ട്? ഉത്സവം കൂടാതെ നിന്നെ ഞങ്ങൾ വിടില്ല. വേണ്ട രാമേട്ട, ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങളും എന്നെ വിശ്വസിച്ചില്ലേ? ഞാൻ പോവാ. നിർത്തി, ഇന്നത്തോടെ എല്ലാം നിർത്തി. ആനക്കമ്പവും ഉത്സവവും എല്ലാം ഞാൻ പോവാ. ഇല്ല, ഞങ്ങൾ വിടില്ല. അർജുനെ വിട്ട് പോകാൻ പറ്റുമോ? പോവരുത്. ഏയ് മോനെ, വേണ്ട, അവനെ തടയണ്ട. ബാബു സാർ എന്ത് ഭ്രാന്തായി പറയും? ഭ്രാന്തല്ല, സത്യ. ഇങ്ങനെ വിളിച്ചാൽ അവൻ നിൽക്കില്ല. ഉത്സവം തുടിക്കുന്ന മനസ്സാവന്. എത്ര വലിയ പിണക്കമുണ്ടെങ്കിലും പരിഭവമുണ്ടെങ്കിലും ദേഷ്യമുണ്ടെങ്കിലും ആ മനസ്സൊന്ന് അലിയാൻ ഒരൊറ്റ മൂലിയേ ഉള്ളൂ. ഒരു ഡയബോളിക് സൂത്രം. രാമനാരത് മറന്നു. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് ഇപ്പൊ തരാം.